ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2025 ആണ്ടിൻ്റെ ഏകദേശം 2 മാസങ്ങൾ നമ്മളെ വിട്ട് അതിൻ്റെ വിശ്രാമത്തിലേക്ക് പോകുകയാണ് അല്ലേ? ഈ കാലത്തെ ശരിക്കും സൂക്ഷിച്ചു നോക്കുമ്പോൾ കാലഘട്ടത്തിന് നല്ലൊരു തലക്കെട്ട് കൊടുക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചാൽ, പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ആമുഖം എൻ്റെ ശ്രദ്ധയിലേക്ക് വരിക. അദ്ദേഹം പറയുക, അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായത്. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതും. ഒരു കാലഘട്ടത്തിൻ്റെ 2 വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കോറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നൊന്നും ഒട്ടും വിവരമല്ല. ഒരു വശത്ത് മനുഷ്യര് വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യര് വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരു സ്ഥലത്ത് മനുഷ്യര് ആഹാരം കഴിച്ചു മരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യര് ആഹാരം ഇല്ലാതെ മരിക്കുന്നു, ഒരു സ്ഥലത്ത് മനുഷ്യനെ മഞ്ഞ് കൊല്ലുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. ആകപ്പാടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം. ഈ കാലത്ത് മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് ഇവിടെയാണ്. ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചുകോടിലെത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, കവി അങ്ങയുടെ അഭിപ്രായം പറ. അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി പറഞ്ഞു വെച്ചു, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ 10 മാസമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെ 10 മാസം, അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിന്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്തൊരു കാലം. അങ്ങനെ ഒരു ലോകത്തല്ലേ നമ്മളിപ്പം ജീവിക്കുന്നത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോട് ഓരോ വർഷത്തിലും വരുന്ന അബോർഷനുകളുടെ ഏകദേശ കണക്കനുസരിച്ച് ലോകത്തിലാകമാനം 5 കോടി കുഞ്ഞുങ്ങളാ അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് തന്നെ 1.5 കോടിയിലധികം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിൽ അബോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു കാലം. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 25 വർഷമാകുന്നുള്ളൂ. 2000 മുതൽ 2025 വരെയുള്ള കഴിഞ്ഞ 25 വർഷത്തെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഈ 25 വർഷത്തിനകത്ത് എന്തെല്ലാം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. 2ാം ലോക മഹായുദ്ധം സംബന്ധിച്ച് വോളിയങ്ങളായി എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. എൻ്റെ ഓർമ്മയിൽ ബ്രിട്ടന്റെ എക്കാലത്തെ മഹാനായ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ഇങ്ങനെ വായിക്കുന്നത്, ഇത് ഗ്യാതറിംഗ് സ്റ്റോം, ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷം സൂക്ഷിച്ചു പഠിക്കുന്ന ആർക്കും അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തിൽ വല്ലാതെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്നുള്ളത് അത് കൃത്യമായ ഒരു യാഥാർത്ഥ്യമല്ലേ? കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ മലയാളി പറയാം അത് മഴയുടെ ലക്ഷണ. എന്തോ ഒരു വലിയ സംഗതി സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കാലവും ലോകവും ഒരുപോലെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 2000-ന് ശേഷമല്ലേ മേഘവിസ്ഫോടനം എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത്? 2000-ന് ശേഷമല്ലേ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിനെ കുറിച്ച് നാം അറിയുന്നത്? 2000-ന് ശേഷമല്ലേ ഓസോൺ പാളിയുടെ സുഷിരത്തെ കുറിച്ച് നാം അറിയുന്നത്? 2000-ന് ശേഷമല്ലേ ഇത്രമാത്രം തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നത്? 2000-ന് ശേഷമല്ലേ സുനാമി എന്ന പ്രതിഭാസം ആഞ്ഞടിച്ചത്? 2000-ന് ശേഷം ഏതെല്ലാം കൊടുങ്കാറ്റുകൾ! വേണ്ട, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരൻ, ടെസ്ലയുടെ ഒക്കെ ഓണറായിരിക്കുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന് മുമ്പ് ആ പട്ടം ചൂടിയത് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു മാന്യനായ മനുഷ്യ സ്നേഹിക്കുക. 2016 ഒരു TV ഇന്റർവ്യൂവിൽ ബിൽ ഗേറ്റ്സിനോട് ആരോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സാറേ അങ്ങയുടെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൈഡ്രജൻ ബോംബോ ആണവ ബോംബോ അല്ല. എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വൈറസുകളുടെ ആക്രമണമാണ്. ശരിക്കും കഴിഞ്ഞ 25 വർഷത്തിനകത്ത് 17 വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമിയിലല്ലേ ഞാനും നിങ്ങളും ഇപ്പം ജീവിക്കുന്നത്? എണ്ണി പറയാൻ ഞാൻ പേര്:
സാർസ്, മിർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, ഡെൽറ്റ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞുപോയതുമായ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധതയിൽ നിന്ന് അടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞ് തീരത്തണയുന്ന അതേ തിരമാല പോലെ മനുഷ്യകുലത്തിന് നേരെ കടന്നുകയറ്റം നടത്തിയ ഒരു കലികാലം. എവിടാ മനുഷ്യൻ സുരക്ഷിതൻ? എന്നാൽ ഇന്ന് രാത്രി ഈ പന്തലിലിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു സുരക്ഷിതത്വം അവകാശപ്പെടാനുണ്ട്. ഒരിക്കൽ നയാഗര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു ഇരുമ്പ് വടം കെട്ടി ആയാസരഹിതനായിട്ട് അഭ്യാസിയായ ഒരു മനുഷ്യൻ അതിലെ കൂടെ നടന്ന് അക്കരെ കയറി. എന്നിട്ട് അയാൾ ചലഞ്ച് ചെയ്ത് ചോദിച്ചു, ആരേലും ഉണ്ടോ ഈ ഇരുമ്പ് വടത്തെ മറുകര വരാൻ? എല്ലാരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ അയാളുടെ മോൻ പറഞ്ഞു, ഡാഡി ഞാൻ തയ്യാറാ, അങ്ങയോടൊപ്പം യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാ. ഒന്നിച്ചവര് പോവുകയാണേ. ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോൾ കാലാവസ്ഥയ്ക്ക് തെല്ലൊരു മാറ്റം. ഒരു കാറ്റ്, ഇരുമ്പ് വടം ആടി ഉലയുന്നു, കുഞ്ഞൊന്ന് അന്താളിക്കുന്നു. അപ്പൊ അപ്പം മോനോട് പറയാ, മോനെ സ്വയമായിട്ട് ബലം പ്രയോഗിക്കാതെ അപ്പായോട് പറ്റി നിന്നോ, അപ്പ അങ്ങ് അക്കരെ എത്തിച്ചോളാം. ഇന്ന് രാത്രി പന്തലിലിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാ: കാലം എങ്ങനെ മാറിയാലും, ലോകം എങ്ങനെ മാറിയാലും, നമ്മെ നന്നായി അറിയുന്ന അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ നന്നായിട്ട് സ്തോത്രം ചെയ്തോണം കേട്ടോ. എവിടെയൊക്കെ ഒന്ന് ഒറ്റപ്പെടുന്നെന്ന് കാണുമ്പോൾ അവനവന്റെ ആ സാന്നിധ്യം കൊണ്ട് നമ്മുടെ അടുക്കലോട്ട് അങ്ങ് ഇറങ്ങി വരും അല്ലേ. ഡൊമിനീഷ്യൻ ഓർത്ത് ഈ പുള്ളിയെ ഒതുക്കാൻ പറ്റിയ സ്ഥലം പത്മോസ് എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാ തേജോമയനങ്ങ് ഇറങ്ങി വരിക. അത് മാത്രാണോ? അവന്റെ സപ്ത സവിശേഷതകളല്ലേ ആ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ, കണ്ണ് അഗ്നിജാലക്കത്തത്, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിപ്പിക്കുന്നത് പോലെ. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് മരിച്ചവനെ പോലെ കാൽക്കലോട്ട് വീഴുന്നവനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ നടുവിൽ നീ എത്ര ഒറ്റപ്പെട്ടവനാണെങ്കിലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ: ചേർത്ത് പിടിക്കുന്ന ഈ ദൈവത്തെ നിങ്ങൾ നന്നായിട്ട് അറിയണം. അവന്റെ സപ്ത സവിശേഷതകൾ ഇന്ന് രാത്രികാലം അനുഭവിച്ചറിയുന്നതിന് സന്ദേശം കാരണമായി മാറണം. ഏകാന്തതകളുടെ നടുവിലാണോ, ഒറ്റപ്പെടലുകളുടെ നടുവിലാണോ, അവിടുത്തേക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്, അവിടുത്തേക്ക് താങ്കളോട് ഇടപെടാനുണ്ട്, അവിടുത്തേക്ക് താങ്കളുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരാനുണ്ട്. സ്തോത്രം. അവന്റെ ആ പ്രത്യേകതകൾ ഓരോന്നായിട്ട് ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കണം. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ, അതവന്റെ വിശുദ്ധിയെ കാണിക്കുക. ക്രൈസ്റ്റ് ഹോളിനെസ്, അവന്റെ വിശുദ്ധി. കണ്ണ് അഗ്നിജ്വാലക്കത്തത്, ക്രിസ്തുവിന്റെ സർവജ്ഞാനത്തെയാ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആദ്യത്തിൽ തന്നെ അന്തമറിയുന്നതയോ. 147 സങ്കീർത്തനം 5 വാക്യം പറയുക, ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ഹാസ് നോ ലിമിറ്റ്. അവന്റെ വിവേകത്തിന് എന്തില്ല? ചേർന്ന് പറ, അന്തമില്ല. എത്ര ദൈവമക്കൾക്ക് നന്നായിട്ട്, because he lives I can face tomorrow. താൻ വാഴുകയാൽ നാളെ എന്ന ഭീതിയില്ല. ഞാനൊരു കാര്യം പറയാം, ഇതൊരു ദൂതൂടാ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികച്ചെടുക്കും. ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ, ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടു പോകുന്ന ദൈവമല്ല. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ, ഞങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ച ദൈവം, ദേശത്ത് പ്രവൃത്തി ആരംഭിച്ച ദൈവം അത് തികയ്ക്കുക തന്നെ ചെയ്യും. എന്തോ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്നോടൊരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവ് പറയാ. പൗലോസിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ച സഹോദരങ്ങളെ. ദൈവം പ്രവൃത്തി ആരംഭിച്ചപ്പോഴാ അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണത്. ദൈവം പ്രവൃത്തി ആരംഭിച്ചപ്പോഴാ അവന്റെ കണ്ണടഞ്ഞു പോയത്. പക്ഷെ എന്നും കണ്ണടഞ്ഞു കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. എന്നും കുതിരയുടെ കാൽ ചോട്ടി കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ ദൈവം ഉയർത്തിയേട്ടോ.
എന്ന് നീ വെല്ലോന്റെ ചവിട്ടും തുപ്പ് കൊള്ളാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. എവിടെ നീ താണോ അവിടെ ദൈവം നിന്നെ ഉയർത്തും. മൂന്നാം സ്വർഗം വരെ ഉയർത്തി ആത്മാവിന്റെ നിയോഗത്തിന്റെ വെളിപ്പാട് നൽകിയ അവന്റെ സർവ്വജ്ഞാനത്തെ അറിയുന്ന ദൈവമക്കൾ പറ, ഒറ്റപ്പെടുന്ന എന്നെ അവിടുന്ന് ചേർത്ത് പിടിക്കും. ജീസസ്. രണ്ടാമത് പറയുന്നത് അവന്റെ സർവ്വജ്ഞാനത്തെ കുറിച്ചാണെങ്കിൽ, മൂന്നാമത് പറയുന്നത് അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം എന്ന് പറഞ്ഞാൽ സഭയോടുള്ള ബന്ധത്തിൽ അവൻ ഉലാവുമ്പം അഭക്തനും പാപിക്കും ഒന്നും അവിടെ ആലയത്തിലെ കള്ളക്കച്ചവടങ്ങളെല്ലാം തകരുന്നത് അവനിങ്ങനെ നടക്കുമ്പോഴാ അല്ലെ. അവൻ പ്രഖ്യാപിക്കും, എന്റെ ആലയം എന്താ, ഇത് കച്ചവടം നടക്കേണ്ട ആലയം അല്ലിത്, ഇവിടെ അത്ഭുത രോഗശാന്തി നടക്കണം. കമ്മറ്റിക്കകത്തും കണക്കിനകത്തും FD-ക്കകത്തും ഒതുങ്ങേണ്ടതല്ല ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് അത്ഭുത രോഗശാന്തി നടക്കണം. ദൈവസഭയ്ക്കകത്ത് അനേക പ്രിയപ്പെട്ടവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കണം. അതിനെതിരായിട്ട് പണിയുന്നതിനെ എല്ലാം ചവിട്ടി മെതിക്കുന്ന ദൈവകരം. ഞാൻ ഇന്ന് രാത്രി കേരളത്തിലെ പ്രസ്ഥാനങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവി പറയുകയാ, കച്ചവടം ആലയത്തിൽ നടന്നാൽ എന്റെ ദൈവം ആലയത്തിലൂടെ ഒന്ന് നടക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെ അവന്റെ ആ അഞ്ചാമത്തെ പ്രത്യേകത പറയുക. എന്താ പ്രത്യേകത പറയുന്നത്? നാലാമത്തെ പ്രത്യേകത, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിപ്പാല് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാ? ക്രൈസ്റ്റ് അതോറിറ്റി. അവന്റെ ശബ്ദത്തിന് എന്തുണ്ട്? ഉറക്കെ പറ, അധികാരമുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? വചനം ഇവിടെ മുഴങ്ങുമ്പം അവന്റെ ശബ്ദത്തിന്റെ അധികാരം ഇവിടെ ചലിക്കാൻ പോവുക. അവന്റെ ശബ്ദത്തിന്റെ അധികാരം ചലിച്ചാൽ അവിടെ 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 ചുടാരകൾ കടക. മത്തായി 7:29 ശാസ്ത്രിമാരെ പോലല്ല അധികാരമുള്ളവനായിട്ട് അവൻ സംസാരിച്ചത്. എന്താ അവന്റെ അധികാരം? മത്തായി 8:1 അതോറിറ്റി ഇൻ ഹീലിംഗ്. ഇന്ന് രാത്രി വചനം മുഴുങ്ങുമ്പോ ഓൺ ദ സ്പോട്ടിൽ ചില സൗഖ്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ഞാൻ ഈ രാത്രി ഉറക്കെ പറയുകയാ. പണ്ടത്തേതും പാളയിലേതും പറയാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വചനം അതിന്റെ ശക്തിയോടുകൂടെ പറയുമ്പം ഈ പന്തലിൽ ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. അവന്റെ അധികാരം അത് സൗഖ്യത്തിന്റെ അധികാരമാണ്. മത്തായി 9:6 അതോറിറ്റി ഫോർഗീവ് സിൻസ്, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമാണ് അവന്റെ അധികാരം. മത്തായി 10:1 അതോറിറ്റി ഓവർ സാത്താൻ, സാത്താന്റെ മുഖങ്ങളുടെ മേൽ ഉള്ള അധികാരമാണ് അവന്റെ അധികാരം. അതോറിറ്റി ഓവർ ഡെത്ത്, മരണത്തിന്റെ മേലുള്ള അധികാരമാണ് അവന്റെ അധികാരം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇന്ന് രാത്രി ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോ വലങ്കയിൽ 7 നക്ഷത്രം, സഭാ നേതൃത്വത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞ അഭിഷക്തന്മാരെ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യനല്ല. ആരാ? ഈ യോഗത്തിൽ എനിക്ക് നന്നായിട്ടറിയാം. പാസ്റ്റർ സുഭാഷ് ഒക്കെ ഈ കാലത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ദൈവാസന്മാരാ. ഞങ്ങളെപ്പോലെ ഒരു 10 പേരൂടെ വേണം. മറ്റൊന്നും കൊണ്ടല്ല പാസ്റ്റേ, 45ഉം 48ഉം വയസ്സിന് താഴെയുള്ള കൺവെൻഷൻ പ്രാസംഗികരുടെ എണ്ണം വളരെ കുറയുക. സത്യമല്ലേ? സത്യ. രോഗശാന്തി ശുശ്രൂഷയോടുകൂടെ അഭിഷേകത്തിന്റെ അധികാരത്തോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാ. കാരണം എന്താന്ന് ചോദിച്ചാൽ പലരും പലരുടെയും നിയന്ത്രണത്തിന്റെ കീഴില. എന്നാൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഇവരിവിടെ പാടിയപ്പോ പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് പൊക്കിയെടുക്കാൻ പോവുക. ചക്കയ്ക്ക് ഉപ്പ് പോലെ, ചോറിന് കറി പോലെ, പാട്ടിന് 2 അന്യഭാഷയല്ല. അതിനപ്പുറത്ത് ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ
ആത്മാവിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷേകം മറക്കരുത്. നിങ്ങൾ ദൈവാത്മാവിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളാണെന്നുള്ള തിരിച്ച് വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാള് എന്ന് പറഞ്ഞാൽ ഏത് ദാഹോന്യ അധികാരത്തെ വെട്ടുന്ന ദൈവശക്തിയുടെ വ്യാപാരം. കൃപ പ്രാപിച്ച ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഗ്ലോറി അവനവന്റെ മഹത്വമായിട്ടൊന്ന് ഇറങ്ങി വരും. ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കാൻ തന്റെ മഹത്വവുമായിട്ട് സ്വർഗം ഇറങ്ങുന്ന രാത്രിയായത്. അവൻ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നീ കണ്ടതല്ല, മേലാൽ സംഭവിപ്പാനുള്ളതിനെ കുറിച്ചുള്ള ആഴമേറിയ ഒരു നിയോഗത്തിലേക്ക് താങ്കളും തങ്ങളുടെ കുടുംബവും എത്തപ്പെടും. ഇന്നലെ വരെ സംഭവിച്ചത് എന്താണേലും ഇന്ന് രാത്രി ഞാൻ പറയുക, ഇന്നലെ വരെ സംഭവിച്ചതല്ല നിങ്ങളുടെ ജീവിതം. ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുക. ഞാൻ വാഗമണ്ണിൽ നിന്ന് യാത്ര ചെയ്ത് അത്യാവശ്യത്തിന് പത്തനംതിട്ടയിൽ ഒരിടത്ത് ചെല്ലേണ്ടി വന്നു. അപ്പൊ ഒരു പെൺകുഞ്ഞനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പക്ഷേ 25 വയസ്സ് വരെ ജീവിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, മരിച്ചാ മതിയായിരുന്നു. ഇപ്പം ജീവിക്കാൻ ഒരു കൊതിയുണ്ട്. അതിന് കാരണം എന്നാന്ന് വെച്ചാൽ കർത്താവ് ജീവിതത്തിലോട്ട് വന്നോണ്ടാ. അപ്പൊ ഇന്ന് രാത്രി ജീവിക്കാൻ കൊതിയില്ലാതെ ജീവിതം മടുത്ത ചില മനുഷ്യർ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാൻ പോകുന്ന രാത്രിയാ. ചിലർ ജീവിത സ്വപ്നം കാണാൻ പോകുന്ന രാത്രിയായത്. കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും. ഉറപ്പുള്ളവർ ആ കര ഉയർത്തി ഒരു നിമിഷം കർത്താവിനൊന്ന് മഹത്വം കൊടുത്തു. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കരം ഈ രാത്രി ഇവിടെ ചലിക്കട്ടെ. പണത്തിന്റെ തള്ളിക്കയറ്റം കൊണ്ട് നടത്തുന്ന ഒരു ശക്തി പ്രകടനമൊന്നും അല്ലല്ലോ ഈ കൂട്ടായ്മ. നിന്റെ മക്കൾ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ആരംഭിച്ച ഒരു പ്രവർത്തനം, അതിന്റെ ഒരു വളർച്ചയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ദൈവം ഒരു കൺവെൻഷൻ അവരുടെ കരങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് നന്ദി പറയുക. ഈ രാത്രി അങ്ങ് സംസാരിക്കണേ, എളിവനെ മറക്കണേ, അങ്ങ് സംസാരിക്കണേ, യേശുവിൻ നാമത്തിൽ തന്നെ. രാത്രിയുടെ വേദവിചനത്തിനായി നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. മൈക്കിലൂടെ വായിച്ചാൽ വളരെ നന്നായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 16 തുടങ്ങിയ തിരുവചന ഭാഗങ്ങൾ 15 മുതൽ വായിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. ലൂക്കോസ് 14:15 മുതലുള്ള വാക്യങ്ങൾ. അവരോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി, പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയും, എ ഫീസ്റ്റ് ഫോർ വൈസ് മെൻ. ജ്ഞാനികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്ന്. ഈ തിരുവചന ഭാഗത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ലൂക്കോസിന്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം ക്രിസ്തുവിന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ ജീവിത ചരിത്രം വിശുദ്ധ ബൈബിളിന്റെ പ്രമേയമായി ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. ദൈവം തന്നെത്താൻ മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. മാനവരാശിയോടുള്ള ദൈവിക ഇടപെടലുകളുടെ എഴുതപ്പെട്ട രേഖയാണ് വിശുദ്ധ ബൈബിൾ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ
ലോകത്തിന്റെ അവസാനം വരെയുള്ള ഏത് കാര്യത്തെക്കുറിച്ചും മനുഷ്യന് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ തന്നെ അതിന്റെ ആധികാരികത ലോകത്തോട് പറയുന്നുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുകയും അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ലോകത്തിൽ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ഏത് വിഷയത്തെക്കുറിച്ചും മനുഷ്യനോട് ആധികാരികമായി സംവദിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നത് പോലെ ബൈബിൾ ക്രിസ്ത്യാനികളുടെ ഒരു മതഗ്രന്ഥം അല്ല. അങ്ങനെ ഇതൊരു മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങൾക്കുള്ള സാധ്യത മാത്രമേ ബൈബിളിനും ഉണ്ടാകത്തുള്ളായിരുന്നു, അല്ലേ? ലോകത്തിൽ ഇന്ന് വരെ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ചരിത്രം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് കാർൽ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിനേക്കാൾ ഏകദേശം 200 മടങ്ങൂടെ അപ്പുറത്ത് അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന വിശുദ്ധ ബൈബിൾ. ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനും ഇല്ലാത്ത 7 പ്രത്യേകതയാണ് ബൈബിളിനുള്ളത്. ബൈബിളിന്റെ പുരാതനത്വം, ബൈബിളിന്റെ ആധുനികത, ബൈബിളിന്റെ വ്യത്യസ്തത, ബൈബിളിന്റെ സ്വാധീനത, ബൈബിളിന്റെ ഐക്യത, ബൈബിൾ നൽകുന്ന ആശ്വാസം, ബൈബിൾ ഉയർത്തുന്ന പ്രത്യാശ എന്നിത്യാദി വിഷയങ്ങളിൽ ഏതെടുത്താലും ബൈബിൾ പോലെ ആധികാരികത വിളിച്ചോതുന്ന ഒരു പുസ്തകം ഉലകത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. ബൈബിളിന്റെ 7 പ്രത്യേകത 7 രാത്രി പ്രസംഗിക്കാനുള്ളതാണ്. പുരാതനത്വം, പുസ്തകങ്ങൾക്ക് സുദീർഘ ഒരു കാലപ്പഴക്കമൊന്നുമില്ല. അശ്രദ്ധമായ കവിരലുകൾ പുസ്തകത്താളുകളെ കീറിക്കളയുന്നതാണ്. വെള്ളം പുസ്തകത്തെ അലിച്ചു കളയുന്നതാണ്. തീ പുസ്തകത്തെ ദഹിപ്പിച്ചു കളയുന്നതാണ്. ചിതൽ പുസ്തകത്തെ അരിച്ചു കളയുന്നതാണ്. നൂറ്റാണ്ടുകളുടെ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ വ്യക്തികൾ, സമൂഹങ്ങൾ, സാമ്രാജ്യങ്ങൾ, ചക്രവർത്തിമാർ ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ഒരു റോമൻ ചക്രവർത്തിയായിരുന്നു ഡൈക്ലേഷ്യൻ. ഡൈക്ലേഷ്യൻ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. ആഗ്രഹം ഇതായിരുന്നു, ഭൂമിയിൽ നിന്ന് ബൈബിൾ തുടച്ചു മാറ്റും. അതിനുവേണ്ടി ഒരു നരനായാട്ട് തന്നെ അദ്ദേഹം നടത്തി. ഇന്നത്തെ പോലെ മുക്കിന് അച്ചടിശാലയുള്ള കാലത്തല്ല ബൈബിൾ ഇല്ലാതാക്കാൻ ഡൈക്ലേഷ്യൻ ശ്രമിച്ചത്. കല്ലെഴുത്തിലും കോലെഴുത്തിലും ചുറ്റെഴുത്തിലും ചുവരെഴുത്തിലും പാപ്രിസ് ചെടിയുടെ ചുള്ളിലും മാത്രം ബൈബിളിന്റെ പ്രതികൾ ആലേഖനം ചെയ്ത ഒരു കാലത്ത് ഭൂമിയിൽ നിന്ന് ബൈബിൾ തുടച്ചു മാറ്റുവാനുള്ള ഡൈക്ലേഷ്യന്റെ ശ്രമം ഒരർത്ഥത്തിൽ അദ്ദേഹം വിജയിച്ചു. റോമൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഡൈക്ലേഷ്യൻ ഉറക്കെ പറഞ്ഞു, നാം നമ്മുടെ ഉദ്യമത്തിൽ വിജയിച്ചു, ഇനിയും ഭൂമിയിൽ ബൈബിളില്ല. ആ നൂറ്റാണ്ടിൽ തെരുവിൽ ചാകുന്ന പേപ്പട്ടിയെ പോലെ ഭ്രാന്ത് പിടിച്ച് അദ്ദേഹം മരിച്ചു. ആ കൊട്ടാരത്തിൽ നിന്നൊരു ചക്രവർത്തി ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷ്ടനായി. മലയാളത്തിൽ അദ്ദേഹത്തിന്റെ പേര് കുസ്തന്തീനോസ, ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ പേര് കോൺസ്റ്റന്റിന. അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു, ആരെങ്കിലും ബൈബിളിന്റെ ഒരു പ്രതി എന്റെ കൊട്ടാരത്തിൽ 24 മണിക്കൂറിനകത്ത് കൊണ്ടെത്തന്നാൽ ഞാൻ അവർക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം തരാം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറിനകത്ത് 700 കൈയെഴുത്ത് പ്രതികൾ ആ കൊട്ടാരത്തിൽ വന്നെന്ന ചരിത്രം പറയുന്നത്. എവിടെ തകർക്കാൻ നോക്കിയോ അവിടെ വിജയിച്ച പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന പുസ്തകം. ബൈബിളിന്റെ പുരാതനത്വം പോലെ തന്നെ പ്രത്യേകതയാ ബൈബിളിന്റെ ആധുനികത. ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. ഭൂമിയെ ദൈവം അച്ചുതണ്ടിന്മേൽ നിർത്തിയിരിക്കുന്ന വിവരണം ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. സമുദ്രത്തിൽ പ്രകൃതിദത്തമായ പാതകൾ ഉണ്ടെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. ആകാശത്തിന് അളക്കുവാൻ കഴിയാത്ത അതിരുകൾ ഉണ്ടെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. ബൈബിൾ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ശാസ്ത്രം ഇന്നും കണക്ക് കൂട്ടിയിട്ടില്ല പ്രപഞ്ചത്തിന്റെ വലിപ്പം. ബൈബിള് പറയാ 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ കൃത്യമായ അനുമാനം. 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസമുള്ളതും 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്നതുമായ സൂര്യനെ കുറിച്ച് കൃത്യമായ വിവരണം. 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രനെ കുറിച്ച് അതിനേക്കാൾ മനോഹരമായ വിവരണം. 1.6 ദശലക്ഷം ഫംഗസുകൾ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു. 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3,00,000-4,00,000 പൂച്ചെടികൾ, 5,000 പ്രസവിക്കുന്ന ജീവികൾ, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന പുസ്തക ബൈബിള്. ബൈബിളിന്റെ ആധുനികത പോലെ തന്നെ പ്രത്യേകത, വ്യത്യസ്തത, ബൈബിളിന്റെ ഐക്യത, അതിലെല്ലാം ബൈബിളിന്റെ സ്വാധീനത. എന്താ ബൈബിളിന്റെ സ്വാധീനത?
ബൈബിള് മനുഷ്യനെ ദൈവമാക്കുന്ന പുസ്തകമല്ല. ബൈബിള് മനുഷ്യനെ മൃഗമാക്കുന്ന പുസ്തകമല്ല. ബൈബിള് മനുഷ്യനെ മനുഷ്യനാക്കുന്ന പുസ്തകം. ഇന്നത്തെ യോഗം കഴിഞ്ഞ് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാം കൂടെ അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മനുഷ്യര് ദൈവമായ ഭയങ്കര അപകട. അടുത്ത സമയത്ത് ഒരാൾ ദൈവത്തെ ഡൽഹിക്ക് എടുത്ത് അറസ്റ്റ് ചെയ്തു. ഒറ്റ അറസ്റ്റ് 37 പേര് കൊല്ലപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ. മനുഷ്യര് ദൈവമാകുന്ന ഭയങ്കര അപകട. അതിനെക്കാട്ടിൽ അപകട മനുഷ്യരും മൃഗാകുന്ന. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗം, കൊമ്പനാനെ പിടിയാനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല. പൂവങ്കോഴി പെടക്കോഴിയെ കൊത്തിക്കൊല്ലുന്നത് നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല. ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേര് മനുഷ്യനെ മൃഗത്തെക്കാൾ അതപ്പതിച്ച് കൊല്ലാൻ മടിക്കാത്ത ഒരു കലികാലം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യര് ദൈവമാകുന്ന, മനുഷ്യര് മൃഗമാകുന്ന ആധുനിക ലോകത്തിൽ ഞങ്ങളൊരാളെ പരിചയപ്പെടുത്തുക. ദൈവമായിരുന്നവൻ ആരായി? മനുഷ്യനായി. സാർത്തർ എന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച വലിയ ചോദ്യമാണ്, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തന്റെ സ്ഥാനം ഉപേക്ഷിക്കും? പഞ്ചായത്ത് മെമ്പർ ഉപേക്ഷിക്കത്തില്ല, പിന്നെ ഇനി വേണ്ട, നമ്മുടെ സഭയിലെ കമ്മിറ്റിക്കാർ ഉപേക്ഷിക്കത്തില്ലല്ലോ, പിന്നെ ഇനി പഞ്ചായത്ത് മെമ്പർ. അപ്പോഴാ ഒരു ദൈവം എന്നെ തേടി തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണി വന്ന, അത് മാത്രം അബൂബസ് മൂസ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, 1000 ഉണ്ണി 1000 ഭേദലകമി പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. ഇതാ യേശുവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത, തികച്ചും മനുഷ്യത്വപരമായി. എന്താ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത? കള്ളം പറയത്തില്ല, കള്ളു കുടിക്കത്തില്ല, അതിരുമാന്തത്തില്ല, പാലിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല. അതല്ലേ ആന്നു മനുഷ്യത്തെ ഏറ്റവും കൂടുതൽ പറയുന്നവരാ ബന്ധുക്കോസുകാരൻ അല്ലേ? നമ്മൾ കള്ളം പറയുമോ? കള്ളു കുടിക്കുവോ? ഇല്ല. ഞാൻ റാന്നിക്കാരനാണെങ്കിലും താമസിക്കുന്നത് ഓതറയ്ക്കെടുത്ത. 15 വർഷമായിട്ട് ഒരു വീട്ടിൽ നിന്നാ പാല് മേടിക്കുന്നത്. ഷാരോലിലെ അച്ഛൻ കുഞ്ഞു പാസ്റ്റർ വീട്ടിൽ നിന്ന്. ഞാൻ മാറിയ അവിടെ 100 പേര് കയറാൻ നിൽക്കുക. കാര്യം അവിടുത്തെ പാല് അതിനകത്ത് വെള്ളമില്ല. ഇതാ ബന്ധുക്കോസ്. നിങ്ങളുടെ ഇരിപ്പണ്ടിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറെ കാര്യം. ഇത്ര കോടതി കേസ് കൊടുക്കുവോ? ഇല്ല. കള്ള് ഞാൻ റാന്നിയിൽ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ജനിച്ചത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, കുടിക്ക് ഒരു കുറവും ഇല്ലാത്തവര്. 1-ാം തരം കുടിയന്മാരായിരുന്നു എൻ്റെ അമ്മച്ചന്മാരൊക്കെ. അതിനകത്തൊന്ന് ഈ പുസ്തകം എടുത്ത് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇറങ്ങിക്കൊണ്ടുള്ള ഗുണം, അയ്യോ, തലമുറഗതി പിടിച്ചു. അല്ലായിരുന്നെങ്കിൽ അല്ല ഇപ്പൊ റാന്നി കൂടെ ഓട്ടോ ഓടിച്ച് നടന്നേനെ. എന്റെ പൊന്നച്ച, ഈ പുസ്തകത്തിന് വില കൊടുത്താനുള്ള ഏറ്റവും വലിയ ഗുണം, എന്റെ വല്യമ്മയുടെ ചേടത്തിയുടെ റാന്നിലെ 3 ബാർ, മഹാറാണി, യുവറാണി, റാന്നി ഗേറ്റ്. കള്ളിന്റെ കാശിനും പോയില്ല, കള്ളിന്റെ പുറകെ പോയില്ല. ഈ പുസ്തകം എടുത്തുകൊണ്ടുണ്ടായ ഗുണമായത്. ഇതുപോലെ മനുഷ്യത്വം പറയുന്നവർ ഹർത്താൽ നടത്തത്തില്ല, ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയത്തില്ല, ജാഥ നടത്തത്തില്ല, പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യത്തില്ല. എന്നോട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഗുണം മാത്രമല്ല നിങ്ങൾ പറഞ്ഞോളൂ, വല്ല ദോഷം ഉണ്ട്? ദോഷമുണ്ട്. ഞങ്ങളുടെയൊക്കെ ദോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി ഒച്ച കൂടുതലാന്നുള്ളത് ഒരു സത്യമാണ്. എന്നെ കാട്ടി ഒച്ചയാവും സുബേഷ് പാസ്റ്റർക്കൊക്കെ. പുള്ളി ഈ മൈക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തകർത്തേച്ചേ പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ വലിയ ഒച്ച വെക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങ് ഒച്ച വെക്കും. അന്നേരം ഈയിടെ ഞാൻ ഒച്ച വെച്ചപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, പ്രസംഗമൊക്കെ നല്ലത്, എന്തിനാ ഇത്രയും കിടന്ന് അലറുന്നത്, കുറച്ച് മര്യാദയ്ക്കൊക്കെ പറയത്തില്ലേ? അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പം നാട്ടുകാരെ ശല്യപ്പെടുത്തുന്നില്ല, ഒച്ച കുറച്ചേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസംഗിക്കുന്നുള്ളൂ. എൻ്റെ പാസ്റ്ററെ, ആ തീരുമാനത്തിലായി. സാംസൺ അറിയാൻ ഞങ്ങളുടെ വീട് ഓതറയ്ക്കെടുത്ത, അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം അടുത്ത സ്ഥലത്ത് യോഗത്തിന് പ്രസംഗിക്കാനായിട്ട് പോവാ. ഈ റെയിൽവേ ഗേറ്റിന്റെ അവിടെ വന്നപ്പം അവിടെ ഒരു ടെക്നിക്കൽ എറർ. ഈ ഗേറ്റ് അടയുന്നുമില്ല, തുറക്കുന്നുമില്ല, പാതി വന്ന് നിൽക്കുക. അപ്പോഴാണ് ആ ഗേറ്റ് കീപ്പറിന്റെ ഒരു വെപ്രാളവും പരവേശവും. അപ്പം തന്നെ ആ കുറ്റൂപ്പള്ളിയുടെ അവിടുന്ന് ഒരു മോന് ഇറക്കം, ഒരു സൈക്കിള്, അവൻ ഈ പൾസർ ബൈക്കാ വരുന്ന പോലെ ഈ വരുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് പുള്ളി ആ ഗേറ്റ് ചാടി അലറി വിളിക്കും, എടാ നിർത്തടാ, നിർത്തടാ, ട്രെയിൻ വരുന്നടാ, നിർത്തടാ, നിർത്തടാ.
ഇയാൾ അലർന്ന് കണ്ടപ്പോ എനിക്കൊരു അസ്വസ്ഥത. ഞാൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു, എന്തിനാ സഹോദരൻ കിടന്ന് അലറുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരായോ? അപ്പൊ അയാളെന്നോട് ചോദിക്കുക, താങ്കൾ എന്നെ ബോധമില്ലാത്ത മനുഷ്യനാ, അപകടം വരുന്നത് കണ്ടാൽ ആരാ അലറാത്തതെന്ന്. ഞങ്ങളും ഈ അലറുന്നതിന്റെ കാരണം ഇതാ, ലോകം ഒരു വലിയ അപകടത്തില. നിങ്ങളാരും ദൈവമില്ലാത്തവരായി കത്തുന്ന നരകത്തിൽ പോകരുതെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ, അതാണ് നസ്രനായ യേശു ക്രിസ്തു. ഇത് ഞങ്ങൾ പറഞ്ഞില്ല, പിന്നെ ആര് പറയും? പറയേണ്ടവരെല്ലാം ഓരോ പഞ്ചായത്തിലും ഓരോ റോഡിലും ഓരോ ഫോട്ടോയും വെച്ച് അതിന്റെ മുമ്പിൽ പെട്ടിയും വെച്ച് പറയേണ്ടവനെ കുറിച്ച് പറയാതെ വല്ലവരെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈയിടെ ഒരു പള്ളി കമ്മിറ്റിക്കാർ അവരുടെ പള്ളിയുടെ മുമ്പിൽ 3 ഫോട്ടോ വെച്ചു. ഒന്ന് യേശുവിന്റെ, രണ്ടാമത്തെ യേശുവിന്റെ അമ്മയുടെ, മറ്റൊന്ന് യേശുവിൽ വിശ്വസിച്ച ഒരു തിരുമേനിയുടെ. ഈ നമ്മുടെ നാട്ടിൽ എവിടെ ഫോട്ടോ വെച്ചാലും അതിന് മുമ്പ് ഒരു പെട്ടി വെക്കും എന്നുള്ളത് ഒരു സത്യ. 1 വർഷം കഴിഞ്ഞ് ഇവർ ഈ പെട്ടി തുറന്നു കേട്ടോ. യേശുവിന്റെ ഫോട്ടോയുടെ മുമ്പ് ഇരുന്ന പെട്ടിക്കകത്ത് 7000 രൂപ. യേശുവിന്റെ അമ്മയുടെ ഫോട്ടോ മുമ്പ്, സത്യ, ഇത് മനോരമ വന്ന കാര്യം, ഞാൻ പറയുന്ന കാര്യമല്ല, 85,000 രൂപ. ഈ മറ്റേ നമ്മുടെ തിരുമേനിയുടെ ഫോട്ടോയുടെ മുമ്പ് ഇരുന്ന പെട്ടിക്കകത്ത് 1,85,000 രൂപ. സത്യത്തിൽ ഇതിനകത്ത് ആർക്കാ ഏറ്റവും കൂടുതൽ ശക്തി? കാശ് വരുത്തണ വേറെ ആരുടെയും പുറകെ പോയിട്ട് കാര്യമുള്ളൂ. സ്വത്ര ഇവിടെ ഞങ്ങൾക്ക് ഉയർത്താൻ ഒറ്റയാളേ ഉള്ളൂ. അവന്റെ ജനനം പോലൊരു ജനനം, അവന്റെ ജീവിതം പോലൊരു ജീവിതം, അവന്റെ പഠിപ്പീര് പോലൊരു പഠിപ്പീര്, അവന്റെ മരണം പോലൊരു മരണം, അവന്റെ അടക്കം പോലൊരു അടക്കം ഇല്ല. അവന്റെ ഉയർപ്പ് പോലെ ഉലകത്തിൽ മരണത്തെ തോൽപ്പിച്ച് കല്ലറയെ ജയിച്ച് ആരും ഉയർത്തിട്ടില്ല. അവൻ മടങ്ങി വരാമെന്ന് പറഞ്ഞതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ മറ്റൊരാളില്ല. ഇവനെ പോലെ ആരാധന ആരുമില്ല. ഇവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റയാളുമില്ല. ബൈബിളിന്റെ സ്വാധീനത, ബൈബിളിൽ നൽകുന്ന ആശ്വാസം, ബൈബിൾ ഉയർത്തുന്ന പ്രത്യാശ. അയ്യോ, ബൈബിൾ ഒരു വീട്ടിൽ വന്നാൽ തന്നെ വീട് മാറും, നാട്ടിൽ വന്നാൽ നാട് മാറും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട ഉള്ളത് എനിക്ക് തോന്നുന്നു ഗൾഫുകാർ ഏറ്റവും കൂടുതലുള്ളത് ചാവക്കാടാണ്. സ്വർണ്ണക്കട ഏറ്റവും കൂടുതലുള്ളത് ഈ കോഴിക്കോട് കൊടുവള്ളിയിലും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളത്തുമാണ്. പിന്നെ കേരളത്തില് സിനിമാക്കോട്ട ഇല്ലാത്ത ഒരു സ്ഥലം കുമ്പനാടാണ്. ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ ബാങ്ക് ഉള്ളതും കുമ്പനാടാണ്. ജുവലറി ഇല്ല ഇവിടെ, ഉണ്ടോ സംശയം? ഇല്ലെന്ന് എനിക്ക് വന്ന്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, കുമ്പനാടില്ല. പോട്ടെ, ഈ ബാങ്കിൽ ഏറ്റവും കൂടുതൽ കാശും കെട്ടിക്കിടക്കുന്നത് കുമ്പനാടാണ്. എന്നാ കാര്യം എന്ന് വെച്ചാൽ കോട്ടയത്താ ബൈബിൾ അച്ചടിച്ചതെങ്കിലും ബൈബിൾ ഏറ്റവും കൂടുതൽ വിതരണം നടന്നത് കുമ്പനാട്. എടാ, ബൈബിള് വിതരണം നടന്ന കുമ്പനാടിന് ഇത്രയും മാറ്റം ഉണ്ടായെങ്കിൽ ബൈബിൾ നിങ്ങളുടെ വീട്ടിൽ മര്യാദയ്ക്ക് വായിച്ചാൽ വേറൊന്നും ഞങ്ങൾക്ക് പറയില്ല. നിങ്ങൾ ബൈബിള് വായിക്കുക. ഈ ഒറ്റ കാര്യം പറയാനാ യോഗം നടത്തുന്നത്. ഇതുപോലൊരു പുസ്തകം ലോകത്തിൽ അറിയില്ല. ഈ പുസ്തകം പറയുന്നത് മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലെ 4 സുവിശേഷങ്ങൾ യേശുവിനെ സംബന്ധിക്കുന്ന 150 സംഭവങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. യേശുവിന്റെ മരണവും അടക്കവും ഉയർപ്പും ഉൾപ്പെടെ 43 അത്ഭുതങ്ങളും, യേശുവിന്റെ പഠിപ്പീരുകൾ ഉൾപ്പെടെ 40ഓളം സംഭവങ്ങളും, എല്ലാം കൂടെ ഉപമകളും എല്ലാം കൂടെ കൂട്ടി 150 സംഭവങ്ങൾ ഈ പുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമായിരുന്നു ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ. ദൈവരാജ്യം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകളാണ് യേശു പറഞ്ഞത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ തന്റെ കേൾവിക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവരാജ്യം സംബന്ധിച്ച് 13 ഉപമകൾ യേശു പറഞ്ഞു. അതിനകത്ത് 5 എണ്ണം റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട, 4 എണ്ണം പണവുമായി ബന്ധപ്പെട്ട, 2 എണ്ണം വിരുന്നുമായി ബന്ധപ്പെട്ട, 1 എണ്ണം മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട, 1 എണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അങ്ങനെ മൊത്തം 13 ഉപമകൾ. അതിനകത്ത് 2 എണ്ണം വിരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതിലൊരു ഉപമയാണ് ഞാനിപ്പം വായിച്ച ഉപമ. വിരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലായി എന്താണ് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ വാ ദൈവരാജ്യത്തിലേക്ക്. വരാനായിട്ട് കുറെ പേരൊക്കെ ഉണ്ട്, പക്ഷേ വരാൻ പറ്റാത്തവർക്ക് എപ്പോഴും ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ അങ്ങനെയൊന്നും ചാടിക്കയറി ചെല്ലാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലാനായിട്ട് വിളിച്ചപ്പം 3 പേര് പറഞ്ഞ ഒഴിവുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം
എപ്പോഴും ദൈവരാജ്യത്തിൽ എത്താൻ തടസ്സങ്ങളുണ്ട് കേട്ടോ. നിങ്ങളത് അറിയണം. ഈ എന്തൊക്കെയായിരുന്നു തടസ്സം? ഒന്നാമത്തവൻ പറയുന്നത് കേട്ടോ, ഞാനൊരു നിലം കൊണ്ടതിനാൽ ചെന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രേ ഉള്ളൂ. ഞാനൊരു സ്ഥലം മേടിച്ചു, അത് കാണാനായിട്ട് പോവാ, അതുകൊണ്ട് എനിക്ക് ദൈവരാജ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒരു പന്തികേട് നിങ്ങളുടെ ഇരിപ്പുണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളെ ഒരു മണ്ടനാന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെ തോന്നാനൊരു കാരണം, നമ്മൾ ആരെങ്കിലും സ്ഥലം മേടിക്കുന്നത് മേടിച്ച് പേരിക്കുട്ടിയേച്ചാണോ അത് കാണാൻ പോകുന്നത്? ഭാര്യയെ കാണിക്കും, അമ്മായിപ്പനെ അമ്മായിമ്മയും കാണിക്കും, അപ്പനെ അമ്മയും, എല്ലാരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാരും ഓക്കെ പറഞ്ഞാലേ നമ്മൾ സ്ഥലം മേടിക്കത്തു. ഇള് പറയുന്ന കേട്ടോ എനിക്ക് മേടിച്ചത് കാണാൻ പോകണം. അപ്പൊ എനിക്ക് എപ്പോഴും എവിടെ ചെന്നാലും ഒറ്റ കാര്യമുള്ളൂ, ഐ വാണ്ട് ടു സീ സംതിങ്. എനിക്ക് എന്തേലും ഒക്കെ ഒന്ന് ഇവിടെ എന്തേലും കാണാനുണ്ടോ? ആകെപ്പാടെ വെള്ളത്തുണി ഉടുത്ത് നിൽക്കുന്ന രണ്ട് ഉദ്ദേശിമാരല്ലാതെ അതിവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. ക്ലീൻ ഷേവുകാരെ കാണണമെങ്കിൽ പായിപ്പാട് 50 ലക്ഷം ബംഗാളി പിള്ളേരാ. 50 ലക്ഷം, 98% ക്ലീൻ ഷേവാ. സത്യ ഇവിടെ കാണത്തക്ക ഒന്നുമില്ല. കൊരിശില്ല, കൊടയില്ല, വടിയില്ല, വെടിക്കെട്ടില്ല, പുണ്യസ്ഥലമില്ല. പക്ഷേ ബൈബിളിന്റെ ചരിത്രം പഠിക്കുമ്പോ വിശുദ്ധന്മാരും ഭക്തന്മാരും ഒക്കെ ഇറങ്ങിയത് ഭൂമിയിലെ എന്തേലും കാഴ്ച കണ്ടുകൊണ്ടാണോ, അതോ അദൃശ്യനായ ദൈവത്തെ കണ്ടുകൊണ്ടാണോ? എബ്രായർ 11:8 എവിടേക്ക് പോകുന്നതെന്ന് അറിയാതെ, പക്ഷേ എവിടേക്കാ പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നേലും വിളിച്ചതാരാന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അബ്രഹാമിന് കിട്ടിയത് 5 വിളിയാ. എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗ വിഷയ 5 കോളിംഗ് ഓഫ് അബ്രഹാം. അബ്രഹാമിന് കിട്ടിയ 5 വിളി. ഒന്നാമത്തെ വിളി ഉൽപ്പത്തി 12:1, കോളിംഗ് ഫോർ സെപ്പറേഷൻ, വേർപെടാനുള്ള വിളി. ദൈവം ഒരുത്തനെ വിളിക്കുമ്പോ ആദ്യത്തെ വിളി വേർപെടാനുള്ള വിളിയാ. നിന്റെ പാരമ്പര്യത്തെ, നിന്റെ എല്ലാം വിട്ടേച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോ. റാന്നി വെല്ലുവിളിയിൽ ഒരു പിടിയെരുവിരുകാരനായിരുന്നു എന്റെ വല്യപ്പച്ചൻ, വിക്കനായിരുന്നു. എന്റെ വല്യപ്പന്റെ അനിയൻ പുതുപ്പറമ്പി തോമാച്ചൻ റാന്നി വെല്ലുവിളിയിലെ കപ്പിയാരായിരുന്നു, നിമിഷ കവിയായിരുന്നു. അപ്പച്ചന്റെ ഒരു പ്രസംഗ ചാതുര്യത്തിന്റെ ഏതോ ഒരറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പച്ചനെ അറിയാവുന്നവരെല്ലാം പറയുന്നു. അത്രയ്ക്ക് മിടുക്കനായിരുന്നു. ഈ പാസം വിയത്തമ്പിച്ചാനില്ലേ മരിച്ചുപോയെ, അദ്ദേഹത്തിന്റെ മുമ്പ് വെച്ച് സ്നാനപ്പെടാൻ പുള്ളി തീരുമാനിച്ച് തിരിച്ച് റാന്നി വരുന്നതിന് മുമ്പ് അന്നത്തെ ഞങ്ങളുടെ അവിടുത്തെ ഒരു അച്ഛൻ ചെന്ന് പറഞ്ഞു, തോമാച്ച അബദ്ധം കാണിക്കരുത്, 2000 കൂടെ ഞാൻ പള്ളി കമ്മിറ്റിക്കാരെ കൊണ്ട് കൂട്ടിയേക്കാം. പുള്ളി പുറമോട്ട് പോയി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ പല്ലുകുത്തി മണപ്പിക്കുന്ന പോലെ ആകും എന്റെ കുടുംബത്തിന്റെ ചരിത്രം. പക്ഷെ ആ കുടുംബത്തിൽ നിന്നാ എന്റെ വല്യപ്പൻ ഈ പുസ്തകം എടുത്തത്. വല്യപ്പൻ പുസ്തകം എടുത്തപ്പം വല്യപ്പന്റെ അപ്പം പറഞ്ഞു, നീയും നിന്റെ പിള്ളേരും എല്ലാം മുടിയെന്ന് പറഞ്ഞു. മുടിയാനുള്ള വഴിയും ചെയ്തു. എല്ലാവർക്കും 9 ഏക്കർ വീതം കൊടുത്തപ്പം വഴിയില്ലാത്തടത്ത് 3/4 ഏക്കർ തോടിന്റെ കരയിൽ എന്റെ വല്യപ്പന് കിട്ടി. അപ്പച്ചന് മനസ്സിലായി എവിടെ കിടന്നാ മുടി വന്ന്. അത് വിറ്റേച്ച് അപ്പച്ചനങ്ങ് അത്തിക്കത്ത് മടന്നോണി കുടിയേറിയതാ. പക്ഷെ പോയ വഴിക്ക് പുസ്തകം എടുക്കാൻ മറന്നില്ല കേട്ടോ. മുടിഞ്ഞില്ലെന്ന് മാത്രമല്ല, റാന്നി വെല്ലുവിളിയിൽ 9 അപ്പന്മാരുടെ മക്കളായിട്ട് 1500 കുടുംബക്കാരുള്ള കണ്ണങ്കര കുടുംബം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഈ അനീഷ് പാസൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഒരു 15 രാജ്യത്തേലും പോയിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറവാ മാസ്റ്ററെ. കാര്യം ഈ കറുത്ത പുസ്തകം എടുത്താൽ എവിടേക്കാ പോകുന്നതെന്ന് നിനക്കറിയത്തില്ലേലും വിളിച്ച ദൈവമാരാണെന്നുള്ള ഉറപ്പോട്. ഒന്നാമത്തെ വിളി വേർപെടാനുള്ള വിളി. രണ്ടാമത്തെ വിളിയാ ഉൽപ്പത്തി 14. 5 രാജാക്കന്മാർ വന്നിങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയപ്പം ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ ആദ്യമകത്തായ പ്രതിഫലമാ. ഉറപ്പിന്റെ വിളി. മൂന്നാമത്തെ വിളിയ 17-ാം അധ്യായം, വിശുദ്ധനാകാനുള്ള വിളി. അബ്രഹാമിന് 99 വയസ്സായപ്പോ 75 ആദ്യത്തെ വിളി. ഇപ്പൊ 24 വർഷം കഴിഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ ഞങ്ങളുടെ സഭയുടെ കണക്കനുസരിച്ച് അസിസ്റ്റന്റ് സെൻട്രൽ പാസ്റ്റർ ആകാനുള്ള യോഗ്യതയായി 24 വർഷം. അപ്പോഴാ ദൈവം വിളിച്ചു പറയാ, ഇങ്ങനൊന്നും പോയാ പോരാ, ഇച്ചിരൂടെ വിശുദ്ധനാകണമെന്ന്.
അപ്പം ശുശ്രൂഷ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഗൗരവം കുറയേണ്ട ഒന്നല്ല വിശുദ്ധി. വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് കുറയേണ്ട ഒന്നല്ല വിശുദ്ധി. വർഷം വളരുന്നതിനനുസരിച്ച് വർദ്ധിക്കേണ്ട ഒന്നാ വിശുദ്ധി. ഇനി 4ാമത്തെ വിളിയുണ്ട് കേട്ടോ. അതാ സ്നേഹിക്കുന്നതിനെ നൽകാനുള്ള വിളി. അത് ഈ ഗ്രഹാം സ്റ്റെയിൻസിനൊക്കെ കിട്ടി. ജോൺ ചൗവിന്റെ അപ്പനും കിട്ടിയത് അങ്ങനെ ഒരു വിളിയാ. സ്നേഹിച്ചതിനെ നൽകാൻ. കിട്ടിയ കൊടുക്കുവോ? പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം സഭയെ വിളിച്ചിരിക്കുന്നത് സർവമത സമ്മേളനം നടത്തി പോകാനല്ല. ദൈവം സഭയെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം കൊണ്ട് ദേശത്തെ നിറയ്ക്കാനാണെന്ന് ഓർത്തോണം. പരീക്ഷയുടെ നടുവിൽ ദൈവദാസന്മാര് ചെയ്തു. അവരെന്ത് ചെയ്തു? സുവിശേഷം കൊണ്ട്, ഉറക്കെ പറ, ദേശത്തെ നിറച്ചു. ആണോ? ആണോ? ആണു. വായിച്ചു നോക്കിക്കോ. അപ്പോസ്തല പ്രവൃത്തി അത് 5:28. ശത്രുക്കള് പറയാ, നിങ്ങളോട് മിണ്ടരുത്, ഇവിടുന്ന് പൊക്കോണമെന്ന് പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങള് പറഞ്ഞത് ചെയ്യാതെ നിങ്ങൾ ഈ സുവിശേഷം കൊണ്ട് വായിച്ചേ. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. യെരൂശലേമിനെ എന്ത് ചെയ്തു? അപ്പം മണർകാടിനെ നിങ്ങൾ എന്തോ ചെയ്യണം? അത് നിറയ്ക്കേണ്ട പല പുള്ളികളും കണക്കെല്ലാം കൂടെ, കാശെല്ലാം കൂടെ മേടിച്ച് FD ഇട്ടേച്ച് FDയുടെ മേരെ മണ്ടക്കറിയുന്ന മൊബൈലിനകത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ നിയോഗമുള്ള സഭയോട് ദൈവം പറയുകയാ, ദേശത്തെ ഉപദേശം കൊണ്ട് നിറയ്ക്കണം. അച്ഛനോടൊക്കെ ഒരു കൺവെൻഷൻ നടത്താൻ പറയുമ്പോഴത്തേന് ഒരു വല്ലായ്മയാ. എടാ, ശത്രു പറയാ, ഇവന്മാർ ഉപദേശം കൊണ്ട് ദേശത്തെ എന്ത് ചെയ്തെന്ന്. സ്വത്രം. ഇനി പിന്നെയും പറയുക, ഈ ഭീഷണിയൊക്കെ കേട്ടപ്പോ അവര് വഴങ്ങിയോ? ഇല്ല. 5:42 ഒന്ന് വായിച്ചാ പാസ്റ്ററെ. പെന്തിക്കോസുകാരല്ല, ചെവി തുറന്ന് കേട്ടോണം. 5:42. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും. ഒരു വീട് പോലും വിട്ടില്ല. ആമേൻ. ഹലോ, യേശു ക്രിസ്തു ഒരു വീട് പോലും വിട്ടില്ലെന്ന്. ആമേൻ. വീട് അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചു കിടക്കുന്ന വീടിന്റെ ആ വിടവില്ലേ, വാതിലിന്റെ, അതിന്റെ അകത്തൂടെ ട്രാക്ക് തള്ളിക്കെട്ടിട്ടാ പോയെ. സയോൺ ചർച്ചിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കൺവെൻഷൻ കൊണ്ട് പരിപാടി നിർത്തരുത്. നാട് മുഴുവൻ പറയണം സുവിശേഷം. സുവിശേഷം ചുമ്മാതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. സുവിശേഷം പറയണമെങ്കിൽ കണ്ണീരോടെ വേണം ഇത് വിതയ്ക്കാൻ. സുവിശേഷം പറയണമെങ്കിൽ വിയർപ്പോടെ വേണം ഇത് വിതയ്ക്കാൻ. സുവിശേഷം പറയണമെങ്കിൽ കയ്യിലുള്ള പൈസ വിതച്ച് വേണം ഇത് വിതയ്ക്കാൻ. ചിലപ്പോ സുവിശേഷം പറയാൻ രക്തം ചിന്തേണ്ടി വരും. ആരോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ ഇടയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു, ചിലപ്പോ രക്തസാക്ഷിയാകേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഡയറക്റ്റ് ഒരു ദൂത് ഇതുവരെ കിട്ടിയിട്ടില്ല. പോയാലും ഒരു കുഴപ്പമില്ലെന്ന്. കാര്യം ഉൽപ്പത്തി 15:11 ഒന്ന് വായിച്ചേക്ക് പാസ്റ്ററെ. ഉൽപ്പത്തി 25:11. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബെർലൈ രോഗിക്കരികെ പാർത്തു. അങ്ങനെയാണോ? അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബെർലൈകരികെ പാർത്തു. കണ്ടോ, ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ടാ ഇവിടെ വന്നിരിക്കുന്ന. അവന്മാരോട് ഞാൻ പറയാ, എടാ, നിങ്ങളുടെ അപ്പൻ അനീഷ് തോമസിനെ ആരെങ്കിലും വെട്ടിക്കൊന്നാലും നിങ്ങളെ ദൈവം മറക്കത്തില്ല. അപ്പം മരിച്ചാലും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം. എനിക്കിന്ന് രാത്രി കോട്ടയംകാരോട് പറയാനുള്ളത്, സുവിശേഷം കൊണ്ട് ദേശത്തെ നിറയ്ക്കണം. ജീസസ്. ഒന്ന് വേർപെടാനുള്ള വിളി, 2 ഉറപ്പിന്റെ വിളി, 3 വിശുദ്ധനാകാനുള്ള വിളി, 4 കൊടുക്കാനുള്ള വിളി.
പ്രാണനെ പോലും കൊടുക്കാനും നഫ്താലി പ്രാണനെ ത്യജിച്ച ജനം. ദെബോരയുടെ കൂട് ആരാ? ഇസ്സാക്കാർ പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ 5:15 വായിച്ചോണോ വെച്ചാ. ഇസ്സാക്കാർ പ്രഭുക്കന്മാർ ദെബോരയുടെ, ഇത് പ്രിൻസസ് ഓഫ് ഇസ്സാക്കാർ എന്ന് പറഞ്ഞ ഇസ്സാക്കാറിലെ രാജകുമാരന്മാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, യഹൂദന്മാർക്ക് 2 കൂട്ടരോട് പിണക്ക, സ്ത്രീകളോടും പുറജാതിക്കാരോടും അല്ലെ. പക്ഷെ ഒരു സ്ത്രീയുടെ മേൽ ദൈവം അഭിഷേകം കൊടുത്തെന്ന് അറിഞ്ഞപ്പം ഇസ്സാക്കാറിലെ പ്രഭുക്കന്മാർ എന്ത് ചെയ്തെന്നറിയാം? പൊസിഷൻ നോക്കാതെ അവിടെ കൂടെ ചാടി അങ്ങ് ഇറങ്ങി. അതുകൊണ്ട് 1 ദിനവൃത്താന്തം 12:32 ഇസ്സാക്കാറിന്റെ തലമുറയുടെ ചരിത്രം വായിക്കണം. അവന്മാര് കാലജ്ഞാനമുള്ളവരും അധികാരമുള്ളവരും അല്ലെ. സഹോദരന്മാരെ, ദാവീദ് മുഴുവൻ ഗോത്രത്തിന്റെ രാജാവായിട്ട് വരുമ്പോ ഓരോ ഗോത്രത്തിൽ നിന്നും ഇങ്ങനെ ആടിന്റെ എണ്ണമൊക്കെ പറയുന്നുണ്ട് 12:24 മുതൽ. പക്ഷെ 200 എണ്ണയുള്ളൂ ഇസ്സാക്കാറിലുള്ളത്. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. സഹോദരന്മാരെക്കാൾ അവർക്ക് എന്തോ ഉണ്ട്? ഉറക്കെ പറ, അധികാരമുണ്ട്. അത് മാത്രമല്ല, ഇത് കാലത്തെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അപ്പൊ സഭയ്ക്ക് വേണം 2. നിങ്ങൾക്ക് സെമിത്തേരി ഇല്ലേലും കൊള്ളാം, നിങ്ങൾക്ക് പേരില്ലേലും കൊള്ളാം, നിങ്ങൾക്ക് 2 കാര്യം വേണം കേട്ടോ. 1, കർത്താവിന്റെ വരവിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. 2, അഭിഷേകത്തിന്റെ ഒരു അധികാരം നിങ്ങൾക്ക് ഉണ്ടാകണം. കൊടുക്കാനുള്ള വിളിയാ 4ാമത്തെ വിളി. 5ാമത്തെ വിളി വിടുതലിന്റെ വിളിയാ. കത്തിക്കും കഴുത്തിനും ഇടയിലൊക്കെ ദൈവം ചിലപ്പോ വിടുതൽ വരും. ചിലപ്പോ അല്ല, ഉറപ്പാ. നിന്റെ കയ്യിലിരിക്കുന്ന കത്തിക്കും നിന്റെ തലമുറയുടെ കഴുത്തിന് ഇടയിലുള്ള സ്പേസ് ഇല്ലേ, അതിനകത്താ ദൈവത്തിന്റെ വിടുതൽ ദൈവം തരുന്നത്. ഈ 1ാമത്തെ വിളി കേട്ടപ്പോ ഇങ്ങനെ ചാടി പുറപ്പെട്ടെന്ന് ഞാൻ ചോദിച്ചു. സെമിത്തേരി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എല്ലാം ഉണ്ട്. പിന്നെ അതാ വിളിച്ചതാരാന്ന് നന്നായിട്ട് അറിയാം. ഒരു ഊഹാഭോഗത്തിന്റെ പുറകെ ഒന്നും അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, ദൈവങ്ങളുമായിട്ട് അന്നേരം പറഞ്ഞു, ഞങ്ങളുടെ അപ്പനൊക്കെ ഉണ്ടാക്കുകയും സേവിക്കുകയും ചെയ്യുന്ന മിക്കവാറും പുള്ളികൾക്കെല്ലാം ഗൂഗിളിൽ നോക്കി പേരിടുന്ന മക്കൾ ഞങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരാളെ ഞങ്ങൾ കണ്ടു. ഇതുപോലെ സ്വജീവൻ തന്നൊരാത്മസ്നേഹിതൻ. അച്ഛാ, ഒന്ന് പെട്ടെന്ന് പറയാം. അബ്രഹാം പറഞ്ഞ ദൈവത്തിന്റെ അല്ലെങ്കിൽ കച്ചാറയ്ക്ക് 4 കാല, കട്ടിലും 4 കാല. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ 4 പ്രത്യേകത അറിഞ്ഞ അതൊരു ഭയങ്കര അല്ലേ. ഒന്ന് വായിച്ചു അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഈ അബ്രഹാം സേവിച്ച ദൈവത്തിന്റെ 1ാമത്തെ പ്രത്യേകത സ്തെഫാനോസ് പറയുക, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ, വായിച്ചു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. തേജോമയനായ ദൈവം, ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. 5-6 പേര് കൂടി എന്തേലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി എവിടെയും കൊണ്ടിരുത്തിയേച്ച് പേരിട്ട ഒരു ദൈവം അല്ല ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവം. ഉളവാകട്ടെ എന്നുള്ള വാക്കുകൊണ്ട് ഭൂമിയെ ഉളവാക്കിയ തേജോമയനായ ദൈവം. ഇതൊരു ഇതര യോഗമാണെങ്കിൽ ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം ഈ ചൊല്ലിന് ശേഷം അടുത്ത ചൊല്ലെന്തോന്ന്. പക്ഷെ ഇതൊരു പെന്തിക്കോസ് യോഗമായതുകൊണ്ട് ഞാൻ 31 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി പ്രായമൊന്നുമില്ല, 42 വയസ്സേ ഉള്ളൂ. 11ാമത്തെ വയസ്സിൽ തുടങ്ങിയതായത്. സ്തോത്രം. 31 കൊല്ലമായി. 31 കൊല്ലം കൊണ്ടൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം സത്യ, ഒരു യോഗത്തിൽ പോലും ദൈവം അടുത്തത് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല, സുഭാഷ് പാസ്റ്റർക്കും അറിയത്തില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, തേജോമയനായ ദൈവം ഒരു യോഗത്തിനകത്ത് അങ്ങോട്ട് ഇറങ്ങിയാ ഉണ്ടല്ലോ. ജീസസ്. എൻ്റെ അപ്പൻ്റെ പെങ്ങളാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്നത്. അമ്മച്ചിക്ക് ഇപ്പം 89 വയസ്സുണ്ട്. റാന്നി പെരുമ്പഴക്കടവിൽ കുളത്തൂപ്പുഴ ബേബി സാറിന്റെ കൈക്കില്ല സ്നാനപ്പെട്ടത് രഹസ്യമായിട്ട്. അത് അമ്മച്ചിയുടെ ഭർത്താവ് പറഞ്ഞു. അദ്ദേഹം അവിടെ റാന്നിയിലെ ഡ്രൈവറായിരുന്നു. അവിടെ വന്ന് മുരിക്കുമ്പത്തിൽ കൊണ്ട് അടിച്ചു, 1.5 കിലോമീറ്റർ അടിച്ച് വീട്ടിൽ കയറ്റി. കുന്നുംപുറത്തെ വീട്ടിൽ 18 വർഷം അമ്മച്ചി ഇങ്ങനെ വീട്ടുതടങ്കില്ലായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഒളിച്ചും പാത്തും ആരും ഇല്ലാത്തപ്പം ആരെങ്കിലും ഒക്കെ ചെല്ലും. അങ്ങനെ തെങ്ങേലിക്കാരത്തി ശോശാമാമയുണ്ട്, മരിച്ചുപോയി. തമ്പിച്ചാന്റെ കൂടെ അന്തേവാസിയായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. ശോശാമാമ അമ്മച്ചിന്റെ അടുക്കൽ രഹസ്യമായിട്ട് ചെന്നു. കുഞ്ഞുഞ്ഞമ്മയുടെ കൂട്ടാ ശോശാമാമ.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് മുറിക്കകത്ത് കഥ അടച്ചു. ആശാനുദ്ദേശയുടെ പഴയ പാട്ടുണ്ട്, തകർത്തേടി മുഴക്കം പോലെ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ. ശോശാമ്മ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മേളിൽ ഒരു സ്വരം. എന്താണെന്നറിയാനായിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുന്നുംപുറത്തെ കുഞ്ഞുഞ്ഞമ്മെ പരിശുദ്ധാത്മാവ് ഉയർത്തി നിർത്തിയിരിക്കുക. 7 അടി പൊക്കത്തി, തുള്ളുവല്ല, പൊക്കി നിർത്തി. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നേ. അതുകൊണ്ട് കൈയടിച്ചൊക്കെ ഇത് നിർത്തിയ. എനിക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യം, ഇത് കൈയടിക്കാത്ത, ഇത് പ്രസംഗത്തിനകത്തൊന്നും തീരുന്ന ഒന്നും അല്ലിത്. തേജോമനായ ദൈവം ഇന്ന് രാത്രികാലം ഇതിന്റെ നടുവിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ എത്ര ദൈവമക്കൾ കൊതിക്കുന്നുണ്ട്. ഇന്ന് നിത്യതയെ വിശ്രമിക്കുന്ന ചർച്ച ബോർഡിലെ ഒരു നല്ല പ്രവാചകനായിരുന്നു വൈപ്പാപ്പച്ചായൻ. അറിയാവോ? വൈപ്പാപ്പച്ചായൻ എറണാകുളത്ത് താമസിച്ച ദൈവാസൻ. അദ്ദേഹം വകയാർ ചർച്ച ബോർഡ് സഭയുടെ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന കാലം ഒരു പാവം പിടിച്ച അമ്മ അവരുടെ വീട്ടിലിങ്ങനെ കുടിലിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ നോക്കിയപ്പോൾ കുടിലിന് തീ കത്തുന്നു. എല്ലാവരും കൂടെ വാഴയൊക്കെ വെട്ടിക്കൊണ്ട് വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നപ്പോൾ അവിടെ കുടില് തീയല്ല, അകത്തമ്മ പ്രാർത്ഥിക്കുമ്പം പുറത്ത് നാട്ടുകാർക്കിത്. ഇതാ പെന്തിക്കോസ്. ഇന്ന് രാത്രി ഇത് ഞങ്ങളുടെ ഇടയിൽ ഒന്ന് ഇറങ്ങി വെളിപ്പ. അതുകൊണ്ടാ ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുന്നിരിക്കത്തിന്റെ ആവശ്യമില്ലാത്ത. ഈ ദൈവം തേജോമനായ ദൈവം. ഈ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 14:20. ഉൽപ്പത്തി 14:20. 14:20. ഉൽപ്പത്തി 14:20. യെസ്. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ചേർന്ന് പറ. അത്യുന്നതനായ ദൈവം നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന എന്ന് പറഞ്ഞ നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മേലും അവൻ അതിരിട്ടാൽ, കൈവിട്ടുപോയ ചില രോഗങ്ങളെ ഇന്ന് രാത്രി അവൻ കൈപ്പടിയിൽ ഒതുക്കുന്നവരെ അധികാരം തരാൻ പോവുക. ഇനി ഉൽപ്പത്തി 17:1 ഈ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. ഈ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഈ ദൈവം ചേർന്ന് പറ. ഈ ദൈവം ആരാ? എൽ ശദ്ദായി. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഈ ദൈവത്തിന്റെ നാലാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 21:33. അബ്രഹാം ബെർശേബയിൽ ഒരു പിച്ചുല വർഷം നട്ടു. നിത്യദൈവമായ അബ്രഹാം ബെർശേബയിൽ ഒരു പിച്ചൂല വർഷം നട്ടു. യെസ്. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ഈ ദൈവമാരാ? Our God is a God of generations, eternal God, നിത്യനായ ദൈവം. ഇങ്ങനൊരു ദൈവത്തെ കണ്ടപ്പോ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ലെങ്കിലും ഇതിന്റെ മറവിൽ ഒരാളെ ഞങ്ങൾക്കറിയാം. സർവശക്തൻ, അത്യുന്നതൻ, നിത്യൻ. ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി വരാൻ ആരിന്ന് രാത്രി സ്വയം സമർപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തം പറയാ സമയം എന്നാ പോക്ക പോകുന്നത്, എന്റെ വാച്ച് തെറ്റിയതാണോ? അല്ല. പുള്ളി പറയാ, എടാ ദൈവം ഇവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തം പറയാ കാണാൻ വേണോന്ന്, കാണാൻ വേണോ. രണ്ടാമത്തെ അതിനെക്കാട്ടി മണ്ടന അവൻ പറയുന്നത് കേട്ടോ, ഞാൻ കാളയെ മേടിച്ചിട്ടുണ്ട്, കാണാൻ പോ. ഐ വാണ്ട് ടു ഡൂ സംതിങ്. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ശോധന ചെയ്യാൻ പോകുന്നു. എന്തായാലും എങ്ങോട്ടും പോണ്ട, ഇങ്ങോട്ട് ദൈവം വരുമല്ലോ, പിന്നെ എന്നാത്തിന് അങ്ങോട്ട് നടക്കുന്നത് വെറുതെ. ഞങ്ങൾ അവിടെ താമസിക്കണം. ഒരു മാസം കുറെ പേര് അങ്ങോട്ട് നടക്കുന്നു, വേറൊരു മാസം കുറെ പേര് ഇങ്ങോട്ട് നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചവൻ പറയും, ഇവർക്ക് തന്നെ ഒരു ബോധമില്ല, ഇത് എങ്ങോട്ടാ നടക്കുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധമില്ല. കാര്യം അവൻ നോക്കുമ്പോൾ ഒരു കൂട്ടർ അങ്ങോട്ടൊരു ദിവസം പോന്നു, പിന്നെ വരുമ്പം
എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒന്നും നടക്കണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് വരുന്ന ഒരാളെയാ ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഒരുത്തൻ പറയാ എന്തെങ്കിലും കാണണം, വേർത്തം പറയാ ഐ വാണ്ട് ടു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി വേർത്തം പറയാ എന്താ, ഞാനിപ്പം വിവാഹം കഴിച്ചിരിക്കുന്നു, ഐ വാണ്ട് ടു എൻജോയ്. നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന പെണ്ണ് കിട്ടുമോ? പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം പെണ്ണ് കെട്ടാതിരിക്കുകയല്ലേ. സ്തോത്രം. ഒരുത്തൻ്റെ ആശ മണ്ണ്, മറ്റൊരുത്തന് കാളപ്പൊന്ന്, വേറൊരുത്തന് പെണ്ണ്. 3 പേരുടെ ആശയ്ക്ക് പേരിടാം. ഒരുത്തന് മണ്ണാശ, മറ്റൊന്ന് പൊന്നാശ, വേറൊരുത്തന് പെണ്ണാശ. ഒരുത്തൻ മണ്ടൻ, രണ്ടാമത്തെ മരമണ്ടൻ, മൂന്നാമത്തെ തിരുമണ്ടൻ. ഇവരെ എല്ലാം കൂടെ കണ്ടോണ്ട കുഞ്ചൻ നമ്പ്യാര് പാടി, കനകം മൂലം കാമിനി മൂലം കലകം പലവിധ ഉലകിൽ സുലം. സുബോധമില്ലാത്ത മനുഷ്യൻ മണ്ണിന്റെയും പൊന്നിന്റെയും പെണ്ണിന്റെയും ഒക്കെ പേരിൽ ദൈവരാജ്യത്തിൽ നിന്ന് അകലുമ്പോൾ ഒരു ചെറുക്കന് സുബോധം വന്നു. ലൂക്കോസ് 15:17. സുബോധം വന്നിട്ട്. സുബോധം ഇല്ലാത്തവരൊക്കെ പല വിധത്തിൽ പ്രതികരിക്കും. പെന്തിക്കോസ്തുകാരുടെ ഇടയിലും ഉണ്ട് സുബോധം ഇല്ലാത്തവർ. 5 കൂട്ടരാ. ഞാൻ ഈ ഫാമിലി കൗൺസിലിംഗ് കൂടെ പഠിച്ചിട്ടുണ്ട്, പണ്ട് ചെയ്യുന്നില്ലെങ്കിലും പഠിച്ചിട്ടുണ്ട്. 5 കൂട്ടരാ നമ്മുടെ ഇടയിലുള്ളത്. എല്ലാം കൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ കൂട്ടരുടെ പേര് ഇച്ചിരി ഗമയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് സൈക്കോളജിക്കലായിട്ട് തന്നെ പറഞ്ഞേക്കാം. ലൂക്കോസ് 15 കിടപ്പുണ്ട്. ഇത് എൽഡർ ബ്രദർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മൂത്ത മകന്റെ മാനസികാവസ്ഥ. ദർ ഇസ് നോ കണക്ഷൻ വിത്ത് ഫാദർ. അപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതങ്ങനെ പാസക്കറിയാം, ആർക്കറിയാൻ വയ്യാത്ത? 5 മിനിറ്റ് അച്ഛനോട് സംസാരിച്ച് നോക്കിക്കേ. അസൂയ, കുശുമ്പ്, ഞാനെന്ന ഭാവം, സ്വയനീതീകരണം. കണ്ടോ, കറണ്ട് പോയ പോക്ക് കണ്ടോ? അപ്പനുമായിട്ട് ഒരു ബന്ധവും. വീട്ടിലാണെങ്കിലും അപ്പനുമായിട്ട് ഒരു ബന്ധവും. രണ്ടാമത്തവന്റെ മാനസികാവസ്ഥയാ യങ്ങർ ബ്രദർ സിൻഡ്രോം, ഇളയ മകന്റെ മാനസികാവസ്ഥ. അതിന് കുറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. സുബോധം വരുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ അല്ല, സുബോധം വന്നതിന് ശേഷമുള്ള അവന്റെ മാനസികാവസ്ഥ. സുബോധം വരുന്നതിന് മുമ്പ് അവൻ ചിന്തിച്ചുകൊണ്ട് ഹി തോട്ട് ഹാവിങ് മണി ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിന്റെ ആധാരം പണമാണെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ അവൻ ചിന്തിച്ച രണ്ടാമത്തെ കാരണം ഹാവിങ് ഫ്രീഡം ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിന്റെ ആധാര സ്വാതന്ത്ര്യമാണെന്ന് അവൻ ചിന്തിച്ചു. മൂന്നാമത്തവന്റെ ചിന്ത ഹി തോട്ട് ദാറ്റ് ദ റിയൽ ലൈഫ് ഈസ് ഔട്ട്സൈഡ്. യഥാർത്ഥ ജീവിതം വീടിന് പുറത്താണെന്ന് അവൻ ചിന്തിച്ചു. നാലാമത്തവന്റെ ചിന്ത ഹി തോട്ട് ഹാപ്പിനെസ് കംസ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സസ്. പുറമേ ഉള്ള സാധ്യതകളിൽ നിന്ന് ഈ സന്തോഷം വരുന്നെന്ന് അവൻ ചിന്തിച്ചു. അഞ്ചാമത്തെ അവന്റെ ചിന്ത ഹി തോട്ട് ഹി ഈസ് മച്ചുവർഡ് ആൻഡ് ഗ്രോൺ അപ്പ് ടു ഹാൻഡിൽ എവരിത്തിങ്. എല്ലാം ചില പിള്ളേർ I can handle, I will. അകത്തോട്ടെടുത്ത ശ്വാസം ദൈവം അനുവദിച്ചില്ല, നീ പുറത്തോട്ടെടുക്കൂ. സുബോധം വന്നു കഴിഞ്ഞുള്ള കാര്യം ഞാൻ പറയാം. ഇനി വേറൊരു സിൻഡ്രോം ഉണ്ട്, മാനസികാവസ്ഥ. മൂന്നാമത്തേത് റിലീജിയോസിറ്റി സിൻഡ്രോം എന്നാണ് അതിന്റെ പേര്. എന്ന് പറഞ്ഞാൽ എന്റെ ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല, അതുകൊണ്ട് അവന്റെ കഴുത്ത് ഞാൻ എന്ത് ചെയ്തേക്കാം, വെട്ടേക്കാം. അവിടെ ഈ മതതീവ്രവാദികളൊക്കെ എഴുന്നേക്ക് കഴുത്തു വെട്ടാൻ. നാലാമത്തെ മാനസികാവസ്ഥയുണ്ട്, അതിന്റെ പേര് സിങ്കിങ് ബോട്ട് സിൻഡ്രോം. അതിനു മുമ്പ് വേറെ ഒന്നുണ്ട്, വൈൽഡർനെസ് സിൻഡ്രോം. വൈൽഡർനെസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ സഭ. ടൺ കണക്കിനാ ദൈവം കൊണ്ട കൊടുത്ത്, എന്നിട്ടും പരാതി പറച്ചിലിനും പഞ്ഞം പറച്ചിലിനും സ്വോത്രം. മമ്മയോടൊക്കെ ചോദിച്ച് ദൈവം അയ്യോ എല്ലാം പരാതിയാ, പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. പിന്നെ അടുത്ത സിങ്കിങ് ബോട്ട് സിൻഡ്രോം. ഇപ്പം മുങ്ങുവോ? ഇല്ല. എന്നാ കാരണം? പരിതീൻ വന്തിരയും തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ. ആരാ പാടിയേ? വേട്ടമേലെ ഉദ്ദേശി. എവിടെ വെച്ച്? അച്ചൻകോവിലാറ് കര കവിഞ്ഞൊഴുകുമ്പോ കുമ്പഴക്കടയിൽ വെച്ച്. എന്നാ പാടാൻ കാര്യം? ഉദ്ദേശി ഇങ്ങനെ കടത്ത് കിടക്കാൻ വന്ന് നിൽക്കുമ്പോൾ 10 പേരെ കയറിട്ടിട്ട് വള്ളത്തെ 15 പേര്. ഉദ്ദേശി ചുമ്മാ ചോദിച്ചു ഇത് അക്കരെ എത്തുമെന്ന്. ഈ ഉദ്ദേശി ചോദിച്ചപ്പോഴത്തേന് എല്ലാരും കൂടെ കളിയാക്കുന്നു. അല്ലെങ്കിൽ ഈ ഉദ്ദേശിമാരെ കാണുമ്പോൾ ചിലർക്കങ്ങ് അതാ. ഈയിടെ ഒരു സംഭവം ഉണ്ടായേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒച്ച കേട്ടോണ്ട് ഒച്ച വെച്ചോന്നിട്ട് ഉദ്ദേശിയാന്ന് ഇങ്ങോട്ട് അടിച്ചു.
അടി കിട്ടിയവൻ അതിനെക്കാട്ടിൽ ഒരെണ്ണം തിരിച്ചു കൊടുത്തു. ഒറ്റ അടിക്കവൻ അട്ട ചുരുളുന്ന പോലെ ചുരുണ്ട വെച്ച് കൈ കൂപ്പിക്കൊണ്ട് പറയാ, ഇനി അടിക്കരുത്, ഉദ്ദേശിയാന്ന് ഇങ്ങോട്ട് തെറ്റിദ്ധരിച്ച് പോയതാന്ന്. ഒച്ച കേട്ടപ്പോ ഇവൻ ഓർത്ത് ഉദ്ദേശിയാന്ന്. അടിച്ചത് മരുന്നുകാരൻ കച്ചവടക്കാരനാ. അവന്റെ ഒച്ച, ഇവനും ഒച്ച മാത്രമേ എന്ത് ചെയ്തുള്ളൂ. എന്താന്നേലും പോയ പോക്കിന് വള്ളത്തിന്റെ അമരത്തെ ഒരു അച്ചൻകോവിലാറിനകത്തൂടെ ഉരുണ്ടു വന്ന കാട്ടുതടിയുടെ വേരടിച്ചു. വള്ളം മറിഞ്ഞു, എല്ലാരും മുങ്ങി, ഉദ്ദേശി മുങ്ങി. മുങ്ങുന്നതിന് മുമ്പ് പുള്ളി പാടിയ പാട്ടാ ഞാൻ പറഞ്ഞ, വരിതിയും വണ്ടീരെയും തള്ളലേറ്റ് മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടെന്ന്. എന്നിട്ട് ആരോ നീന്തിയെടുത്ത് അക്കരെ ഇട്ടേച്ച് വയറ്റിലെ വെള്ളം ഇങ്ങനെ അതിങ്ങനെ ഞെക്കിക്കളഞ്ഞ് ബോധം വന്നപ്പം പാടുക, ഗാനം പാടി ഞാൻ എൻ്റെ നാട്ടിലെത്തുവന്ന്. സ്വത്രം സുബോധം വന്നു. ഇന്ന് രാത്രി 10 പേർക്ക് സുബോധം വന്നിരുന്നെങ്കിൽ, സുബോധം വന്നപ്പോ അവൻ പറയാ, എന്താ പറയുന്നത്? സുബോധം വന്നവൻ പറയുന്നത് കേട്ടോ, he realized no one else will have grace on him. എന്റെ അപ്പൻ എന്നോട് കാണിക്കുന്നത് പോലെ കൃപ കാണിക്കുന്ന വേറെ ആരുമില്ലെന്ന് അവന് തിരിച്ചറിവുണ്ടായി. അയ്യോ, ആവർത്തനം 21:18. ആവർത്തനം 21:18. എടാ, ഈ കൊച്ചൻ എങ്ങോട്ടാ തിരിച്ചു പോകുന്നത്? കോട്ടയത്തോട്ടല്ല അവൻ പോകുന്നത്, കാനഡയ്ക്കും അല്ല അവൻ പോകുന്നത്. അവൻ പോകുന്നത് ന്യായപ്രമാണത്തിലെ വീട്ടിലോട്ടാ. ഈ കോട്ടയത്തെ വീടോ കാനഡയിലെ വീടോ ആയിരുന്നെങ്കിൽ കൊച്ചിനായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ ന്യായപ്രമാണത്തിലെ വീടിന്റെ പ്രത്യേകതയാ ആവർത്തനം 21:18 വായിക്കുന്നത്. ഒന്ന് വായിച്ചേ, എന്താ ഇവിടെ വായിക്കുന്നത്? അപ്പന്റെ അമ്മയുടെ വാക്കനുസരിക്കാതെ ഷടനും മത്സരിയുമായ ഒരു മകൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാരവനെ പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. എന്താ പറയണ്ടേ? ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും തിന്നിയും കുടിയനുമാകുന്നു, ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവനും ആകുന്നു എന്ന് പറയണം. അപ്പൊ എന്തോ കൊടുക്കണം? പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇതാ ന്യായപ്രമാണത്തിലെ നിയമം. ഈ നിയമമുള്ള നാട്ടിലോട്ടാ ഇവൻ തിരിച്ചു ചെല്ലുന്നേ. ഞാൻ ചോദിച്ചു, എന്തോ പോക്കാടായി പോന്നേ? എറിഞ്ഞു കൊല്ലത്തില്ലേ? അപ്പൊ അവൻ പറയാ, മറ്റാർക്കും എന്നോട് കൃപയില്ലെങ്കിലും എന്നോട് കൃപ കാണിക്കുന്നവരപ്പൻ എനിക്കുണ്ട്. ഞാൻ നോക്കിയപ്പോ ലൂക്കോസ് 15 അപ്പനവനെ കണ്ടു. എവിടുന്നാ കണ്ടേ? ദൂരത്തുനിന്ന്. അപ്പനും പാസ്റ്റർക്കും വേണ്ടത് ദൂരക്കാഴ്ചയാണ്. ഇന്ന് ഇച്ചിരി ഇടറിയാലും നാളെ അവൻ തിരിച്ചു വരുമെന്നുള്ള കാഴ്ചയാ ദൂരക്കാഴ്ച. ദൂരെന്ന് കണ്ടപ്പോ ഓടിച്ചെല്ലുക, കെട്ടി. ഞാൻ ചോദിച്ചു, എന്തിനാ അപ്പ ഇങ്ങനെ ഓടുന്നത്? അപ്പനോട് പറഞ്ഞു, വേണ്ട, ആ വരുന്നുണ്ടല്ലോ എന്റെ മോനാ, ഞാൻ അവനെ വന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ആരേലും അവനെ കല്ലെറിഞ്ഞു കൊല്ലും. ഇല്ല, ഒരു മനുഷ്യനും കല്ലെറിഞ്ഞു കൊടുക്കാൻ ഞാൻ അവ ഇട്ടു കൊടുക്കത്തില്ല. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നാം കല്ലെറു കൊള്ളാതിരിക്കാൻ, നാം ശാപഗ്രസ്തരാകാതിരിക്കാൻ സ്വർഗം മഹിമകളെ വിട്ടിട്ടാണ് ലോകത്തിലേക്ക് വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി വികൃതനായി മാറുകയാണ്. ലോകത്തിൽ ഇന്ന് വരെ നിലനിന്നിരുന്നത് വെച്ച് ഏറ്റവും ക്രൂരവും ഹീനവും മൃഗവുമായ ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. BC 600 പേർഷ്യൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. അലക്സാണ്ടറാണ് ഈസ്റ്റേൺ മാസിഡോണിയയിലേക്ക് ക്രൂശീകരണം കൊണ്ടുവന്നത്. BC 300 റോമാക്കാരത് അവരുടെ ശിക്ഷാരീതിയാക്കി മാറ്റി. 500 വർഷം തുടർന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ് അത് നിർത്തലാക്കി. സമൂഹത്തിലെ ക്രൂരന്മാരായ കുറ്റവാളികൾ, അടിമകൾ, ഹീനരായ മനുഷ്യർ, അവർക്ക് വേണ്ടി മാത്രമാണ് ക്രൂശീകരണം നടത്തി. തീവ്രമായ വേദനയുള്ള ഒരു ശിക്ഷാ സംവിധാനം. 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടുനിന്ന 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു ശിക്ഷാരീതി. ക്രൂശീകരണത്തിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഒരുവനെ ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ടാൽ ഈ പോടിയം പോലൊരു ഇരുമ്പ് തൂണിൽ അവനെ പുറം തിരിച്ച് ബന്ധിക്കും. കാലും കൈയും ചങ്ങല കൊണ്ട് ബന്ധിച്ചതിന് അനന്തരം 2 മലന്മാരായ പടയാളികൾ അവന്റെ പുറകിൽ വന്ന് നിന്നിട്ട് ചാട്ടവാറ് കൊണ്ടുള്ള ശക്തിയിൽ അവനെ അടിക്കും പുറത്ത്. ആ ചാട്ടവാറിൽ ചൂണ്ടക്കുളത്തുകൾ കാണും, ഈയക്കട്ടകൾ കാണും, എല്ലിൻ കഷ്ണങ്ങൾ കാണും. അടിച്ചവന്റെ പുറം വലിച്ചെടുക്കുന്നതിന്റെ കാരണം ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യന്റെ കയ്യിലേക്കാണ് ക്രൂശ് കൊടുക്കുന്നത്. ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് ക്രൂശുമായിട്ട് ശിക്ഷ നടത്തേണ്ട സ്ഥലത്തേക്ക് അവൻ പോകുമ്പോൾ
തോളിൽ ക്രൂശിരിക്കുന്നത് കൊണ്ട് കാലിലോ കയ്യിലോ ചങ്ങലയുടെ ബലങ്ങ് ഇടാൻ പാടാ. അതുകൊണ്ട് വിലങ്ങില്ലാതെ പോകുന്ന വഴിക്ക് അവൻ ഈ ക്രൂശ് എടുത്തെറിഞ്ഞ് ചോടിപ്പോകാതിരിക്കാൻ, കുതറിപ്പോകാതിരിക്കാൻ അടിച്ച് അവനവന്റെ പുറം പിളർത്തും. അങ്ങനെ പുറം പിളർത്തുമ്പോൾ ശരീരത്തിൽ നിന്ന് ക്രമാതീതമായി രക്തം വാർന്നൊഴുകും, നിർജ്ജലീകരണം നടക്കും, ബലം ക്ഷയിക്കും. അങ്ങനെ കുങ്കിയാനകളുടെ നടുവിൽ കാട്ടാന പോകുന്നത് പോലെ പടയാളിയുടെ വരുതിയിൽ അവൻ വരും. എന്റെ യേശുവിന്റെ പുറം അടിച്ചു പിളർന്നപ്പം പ്രവാചകൻ പറയുന്നത് ഉഴവുകാരൻ ഉഴുതുമറിക്കുന്ന കണ്ട പോലെ അവന്റെ പുറമായി. എന്നിട്ട് ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് ക്രൂശവന്റെ തോളിൽ വെച്ച് കൊടുക്കുക. 8 അടി വീതി 12 അടി നീളം 84 കിലോ 14 പ്രാവശ്യം വീണ്ടും എഴുന്നിട്ട് കാൽവറിയിൽ കടന്നു ചെന്നപ്പോ ആ ക്രൂശിങ്ങനെ നിവർത്തി നടത്തി കിടത്തിയിട്ട്, എന്റെ പൊന്നുപ്രിയപ്പെട്ടവരെ, എന്റെ യേശുവിനെ ആ ക്രൂശിൽ മലർത്തി കിടത്തി. എന്നിട്ട് കൈയുടെ രണ്ടിന്റെ ഈ ഭാഗത്തായിട്ട് ഇരുമ്പാണി അടിച്ചു കയറ്റി. എന്നിട്ട് കാല് അതിങ്ങനെ പിരിച്ചു വെച്ചു പൊത്തയുടെ മുകളിൽ ആണി അടിച്ചു കയറ്റി. പാലസ്തീനിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടി കൊണ്ട് കിരീടം ഉണ്ടാക്കി, തലയിൽ ഹെൽമറ്റ് പോലെ വെച്ചിട്ട് ചമ്മട്ടി കൊണ്ട് അടിച്ചുറപ്പിച്ചു. അതിനുശേഷമായിട്ട് ക്രൂശിന്റെ തലപ്പൊക്കത്ത് കയറിട്ടിട്ട് അവർ ആ ക്രൂശ് ഇങ്ങനെ ഉയർത്തുകയാ. ക്രൂശ് ഉയർത്തുമ്പോൾ ഇങ്ങനെ ഉയർന്നുയർന്ന കുഴിയിലോട്ട് ഇതൊന്ന് സെറ്റായി വീഴുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അപ്പോഴത്തേന് കൈ ഇങ്ങനെ ആണിയെ കിടക്കുമ്പോഴത്തേന് ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഇങ്ങനെ ആണിയെ തൂങ്ങിയാടുമ്പോ കയ്യിലെ വേദന സഹിക്കാൻ പറ്റാത്ത യേശു കാലേല വേദന അമർത്താൻ ശ്രമിക്കുമ്പോ കാലാണിയിൽ ഇങ്ങനെ ആടുമ്പോ വേദന പുറം കൊണ്ട് കര ഒന്ന് ഉയർത്തിക്കേ ദൈവസന്നിധി. 60 പോരാ, 70 പോരാ, 90 ഡിഗ്രി ഉയരണം. കാരണം 6 മണിക്കൂർ ആ കരമിങ്ങനെ ഉയർന്നു നിന്നപ്പോ സോക്കറ്റ് എന്നത് വിട്ടുപോയെന്നാ പറയുന്നത്. 7 ഇഞ്ചൂടെ നീളം കൂടിയെന്ന്. എപ്പം ദൈവസന്നിധി കര ഉയർത്തിയാലും ഹൃദയം തുറന്നു വേണം കര ഉയർത്തോ. ശക്തമായ ശ്വാസതടസ്സം, മൾട്ടിപ്പിൾ ഓർഗൻസിന്റെ ഡിസോർഡർ, ഇതിന്റെ എല്ലാം നടുവിലും എന്റെ നാഥൻ ആ ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളുണ്ട്. എന്നോടും നിങ്ങളോടുമുള്ള സുവിശേഷം അത്. ചിലർക്കിത് പരിഹാസത്തിന് കാരണമാണ്, ചിലർക്കിത് ഇടർച്ചയ്ക്ക് കാരണമാണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്കിത് ദൈവത്തിന്റെ ശക്തിക്ക് കാരണമാണ്. ക്രൂശിൽ അവിടുന്ന് പറഞ്ഞ മൊഴികൾ നമുക്കറിയാം. ലൂക്കോസ് 23:34. പിതാവേ, ഇവരോട് ക്ഷമിക്കണം. ലൂക്കോസ് 23:43. ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. യോഹന്നാൻ 19:26. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അടുത്ത 3 മണിക്കൂർ മൗനം. അതിനുശേഷം മത്തായി 27:46. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്. യോഹന്നാൻ 19:28. 5-ാമത്തെ മൊഴി, ഐ തേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴി യോഹന്നാൻ 19:29. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. 7-ാമത്തെ മൊഴി ലൂക്കോസ് 23:46. എന്റെ ആത്മാവിനെ തൃക്കര. ഇത് സത്യത്തിൽ നമ്മളോടുള്ള സുവിശേഷം. ക്രൂശിലെ മൊഴി പോലും ഭാവിയോടുള്ള സുവിശേഷം. ആരംഭിക്കണം 5-ാമത്തെ മൊഴിയിൽ നിന്ന്. എന്താ 5-ാമത്തെ മൊഴി? ഐ ടേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? പ്രശ്നങ്ങളുടെ നടുവിൽ ദാഹിക്കാത്ത മനുഷ്യനുണ്ടോ? ദാഹിക്കുന്ന മനുഷ്യൻ ഒരു ആശ്രയത്തിന് വേണ്ടി, ഒരിറ്റ് ജലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വി ആർ വെയിറ്റിംഗ് ഫോർ സം വാട്ടർ. അവനിങ്ങനെ കാത്തിരിക്കുക. ആരും വരുന്നില്ല, ദൈവമെങ്കിലും വരുമെന്നും കണ്ട് കാത്തിരിക്കുക. ദൈവം പോലും വരുന്നില്ലെന്ന് കണ്ടപ്പോ 4-ാമത്തെ മൊഴി ചോദിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത്. എല്ലാ അർത്ഥത്തിലും കൈവിടപ്പെട്ടെന്ന് തോന്നി. കണ്ണു താഴോട്ട് നോക്കിയപ്പോ കണ്ടു ഏറ്റവും കൈവിടപ്പെട്ട ഒരാൾ അവിടെ നിൽക്കുന്നു. അത് മറ്റാരുമല്ല, സ്വന്തം അമ്മയാണ്. മോനാണിയെ കിടന്ന് ആടുന്നത് കണ്ടുകൊണ്ട് നെഞ്ചിനകത്തൂടെ വാള് കയറിപ്പോകുന്ന ഒരമ്മ. ഇതുപോലെ കൈവിടപ്പെട്ടവൻ ആരാ ഉള്ളത്? ആ അമ്മയെ നോക്കിക്കൊണ്ട് പറയാ, ഇല്ല, കൈവിടപ്പെട്ടിട്ടില്ല. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലമോ കാൽവറി. ഒരുത്തിക്ക് കൂട്ടുകൊടുക്കുന്നത് കണ്ടപ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ഒരുത്തൻ ചോദിക്കുക, ഞാൻ താമസിച്ചോ? യു ആർ നോട്ട് ലേറ്റ്. നീ എന്ത് നീചനാണെങ്കിലും നീ താമസിച്ചിട്ടില്ല. ഇന്ന് ഹൃദയം തുറക്കുന്ന നീ താമസിച്ചിട്ടില്ല. ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലിരിക്കും.
തിരസ്കരിക്കപ്പെട്ടവനും ഏത് കൈവിടപ്പെട്ടവനും കെട്ടിപ്പിടിക്കാൻ ഒരു സ്ഥലം കാൽവറി. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ പോകുകയാണ്. പൗർഷനിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഈ 4 വർഷത്തിനകത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഞാനും അദ്ദേഹം ഒരിക്കലും മറക്കാത്തൊരു പ്രസംഗം അതിജീവനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി പേര് വിളിച്ചു. പക്ഷെ ഒരു വിളി എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല. അത് ശാന്തിപുരത്തുള്ള ജോയ്ച്ചാന്റെ വിളിയാണ്. ജോയ്ച്ചാന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ കണ്ടു 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു രോഗമാണ് ജോയ്ച്ചാന് വന്നിരിക്കുന്നത്. മസുലാർ ഡിസ്കോപ്പിയ, കഴുത്തിന് താഴെ തളർന്നു കിടക്കും. ആന്റി എന്നെ സ്വീകരിച്ചു, അകത്ത് ചെന്നു. ജോയ്ച്ചാൻ എന്നോട് ചിരിച്ചോണ്ട് ചോദിക്കുക, അനീഷ് പാസ്റ്റർ സന്തോഷമാണോ? ഞാൻ ചോദിച്ചു, ജോയ്ച്ചാൻ എങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റും? ഞാൻ എന്നോട് പറഞ്ഞു, ജോയ്ച്ചാൻ എൻ്റെ പാസ്റ്ററെ, എൻ്റെ ഗതിയൊന്നും ആർക്കും വരരുത്. 1,00,000 ഒരാൾക്ക് വരുന്ന രോഗം, കഴുത്തിന് താഴെ തളർന്നു കിടക്കുക, കണ്ണീന്ന് കണ്ണീര് വന്ന, മൂക്കിന്ന് ഇച്ചിരി മൂക്കള വന്ന, എൻ്റെ ഭാര്യ വരണം, അത് തുടയ്ക്കണേ. ആത്മഹത്യ ചെയ്യാൻ പോലും എനിക്ക് ത്രാണിയില്ല. പിന്നെ പാസ് ചോദിച്ചില്ലേ എന്താ സന്തോഷിക്കാൻ കാര്യം വന്നു? അത് ഞാൻ പറയാം. എനിക്ക് 2 പിള്ളേരായിരുന്നു പാസ്റ്ററെ. മൂത്തവള് 33-ാമത്തെ വയസ്സിൽ മരിച്ചു, രണ്ടാമത്തവള് 17-ാമത്തെ വയസ്സിൽ മരിച്ചു. 2 പേരും അന്ധരായിരുന്നു. മൂത്തവള് ബ്രെയിൽ ലിപിയിലൂടെ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു. എന്നിട്ട് എൻ്റെ അടുക്ക് വന്നുവെച്ച് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി പണ്ടേ മാമോദിസ മുക്കിയാന്ന്. അവള് പറഞ്ഞു, അപ്പച്ച യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്നാനമെന്ന് പറയുന്നത് ആചാരമല്ല, സ്നാനമെന്ന് പറയുന്നത് നിത്യതാ പ്രവേശനത്തിനുള്ള യോഗ്യതയാണ്. കണ്ണുള്ളവർ കണ്ണു തുറന്ന് വായിക്കാതിരിക്കുമ്പോൾ ബ്രെയിൽ ലിപിയിലൂടെ യോഹന്നാന്റെ സുവിശേഷം പഠിച്ച ഒരു കൊച്ചു പറയാ, സ്നാനം ആചാരമല്ല, സ്നാനം നിത്യതാ പ്രവേശനത്തിനുള്ള യോഗ്യതയാണ്. അല്ലെങ്കിലും 12ാം ക്ലാസ് യോഗ്യതാ പരീക്ഷ പാസ്സാകാത്തവനും അതുവരെ ഓൾ പാസ്സാ, പക്ഷെ 12 പാസ്സാകാത്തവന് മേളിൽ കയറിപ്പാൻ പറ്റുമോ? സ്നാനപ്പെടുന്നവൻ നിർബന്ധമായി 3 കാര്യം ചെയ്യണമെന്ന് ബൈബിള് പറഞ്ഞിരിക്കുക. 1, പാപം ഏറ്റു പറയണം. 2, അവന്റെ വിശ്വാസം ഏറ്റു പറയണം. 3, അവന്റെ മാനസാന്തരം അവൻ ഉറപ്പാക്കണം. എന്നിട്ട് വേണം സ്നാനപ്പെടാൻ. 56-ാമത്തെ ദിവസം ആർക്കെങ്കിലും പാപം ഏറ്റു പറഞ്ഞു വെച്ച് സ്നാനപ്പെടാൻ പറ്റുമോ? അവള് പറഞ്ഞു അത് പറ്റത്തില്ല, സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. ഒടുവിൽ അപ്പൻ പറഞ്ഞു പാരമ്പര്യം, കല്ലറ. അവളന്നേരം ചോദിച്ചൊരു ചോദ്യം, പിന്നെ കോവിഡ് വന്ന് ചത്തോരെയെല്ലാം കുടുംബക്കല്ലറല്ലേ അടക്കിയത് ആണോ? വാക്കിന്റെ മുമ്പിൽ അപ്പന് സമ്മതിക്കായിരിക്കും. സ്നാനപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ കർത്താപ്പച്ചൻ അവളെ വിളിച്ചു. അവളെ പോയി നിത്യ നടത്തി. 2ാമത്തവളും പോയി. പറയാ എനിക്ക് മരിച്ചാൽ മതി. പക്ഷേ അന്ന് ഞാൻ എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലാകുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ? എന്നെ മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ടോ? അന്ന് രാത്രിയിൽ ആ ക്രൂശിതൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുകൾ എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ കൈകൊണ്ട് ആ കഫം ഒന്ന് തുടയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചതാ. പച്ചരോമം പിഴുതെടുക്കുമ്പോൾ കൈകൊണ്ട് ആ വേദന ഒന്ന് അമർത്താൻ ഞാൻ ആഗ്രഹിച്ചതാ. കൈ ആണിയാലായിരുന്നുകൊണ്ട് എനിക്കത് പറ്റിയില്ല. നിന്നെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ 6 മണിക്കൂർ പെടഞ്ഞത്. ഇന്ന് രാത്രി അധ്വാനിക്കുന്ന മനുഷ്യ, തകർക്കപ്പെട്ട മനുഷ്യ, എല്ലാവരും റിജക്ട് ചെയ്ത മനുഷ്യ, നിന്നെ മനസ്സിലാകുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരോ കാൽവറി. എല്ലാ കണ്ണുകളും അടയ്ക്ക, എല്ലാ തലകളും അടയ്ക്ക. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്ക. എഴുന്നേറ്റ് പോകാനല്ല ഞാൻ പറഞ്ഞത്, എന്നോട് പറഞ്ഞ സമയത്തിനകത്ത് ഞാൻ നിർത്തും. എഴുന്നേറ്റ് നിൽക്കാനാ പറഞ്ഞത്. ഇത് സ്വർഗം പോലും നിശ്ചലമാകുന്ന നിമിഷമാണ്. കാൽവറിയെ കുറിച്ച് പറയുമ്പോൾ ആർക്കാ ഓടിപ്പോകാൻ പറ്റുന്നത്? കെട്ടിപ്പിടിക്കാൻ സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന ദൈവം. ദൈവത്തെ സംബോധന ചെയ്യുന്ന 430 പദം ബൈബിളിലുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദം ഏതാണെന്നറിയാം ആന്റി? എന്റെ ദൈവത്തെ അപ്പാന്ന് വിളിക്കുക, അപ്പാന്ന് വിളിക്കുക. ഇന്ന് രാത്രി ആ കര ഉയർത്തിപ്പിടിച്ച് അപ്പാന്ന് ഉറക്കെ വിളിക്കാൻ എത്ര പേര്? ഞാൻ ഈയിടെ ഒരു കല്യാണം പ്രസംഗിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ആശംസയ്ക്ക് ഒരു അമേരിക്കൻ മലയാളി സംസ്കൃത പണ്ഡിതൻ, പുള്ളിയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളോടൊരു ആശംസ പറയാം. മക്കളെ, 78 വയസ്സുള്ള അപ്പച്ചനാ ഞാൻ.
എൻ്റെ ഔദ്യോഗിക പേരാണ് ഇപ്പം വിളിച്ചത്. പക്ഷെ ഇതല്ല എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട യഥാർത്ഥ പേര്. എൻ്റെ അപ്പനും അമ്മ എന്നെ വിളിച്ച പേര് കുട്ടാന്നാണ്. കുട്ടാന്ന് വിളിച്ച എൻ്റെ അപ്പം മരിച്ചു, കുട്ടാന്ന് വിളിച്ച എൻ്റെ അമ്മ മരിച്ചു, കുട്ടാന്ന് വിളിച്ച എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ മരിച്ചു. എന്നെ ഇപ്പോൾ ആരും കുട്ടാന്ന് വിളിക്കാറില്ല. പിന്നെ എൻ്റെ ചെവിക്ക് കേൾവിക്കുറവുള്ളതുകൊണ്ട് കൊച്ചുമക്കൾ എന്നെ പൊട്ടാന്ന് വിളിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. അടുത്തത് അദ്ദേഹം പറയുക, ഞാൻ എപ്പോഴൊക്കെ ദൈവസേനയിൽ ചെന്നിരുന്നേച്ച് മുട്ടുകുത്തി അപ്പാന്ന് വിളിക്കുവോ അപ്പോഴൊക്കെ എന്നെ കുട്ടാന്ന് വിളിക്കുന്ന ഒരു സ്വരം. ഇന്ന് രാത്രി നിന്നെ ഓമന പേര് നിനക്കൊരു കൂട്ടം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഞാൻ റിജക്റ്റഡ് ആയിരുന്നു കേട്ടോ, ഞാൻ അവഗണിക്കപ്പെട്ടവനാ. എൻ്റെ വീട്ടിലെ മൂത്ത മോനാ ഞാൻ. എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് റാന്നിയിലെ 2 ആശുപത്രികൾ എന്നെ തള്ളിയതാ. എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞതാ, ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, ജീവിച്ചാലും ഇത് മന്ദബുദ്ധിയാകുമെന്ന്. അവരുടെ മൂത്ത മോൻ മന്ദബുദ്ധിയാകുമെന്നുള്ള തിരിച്ചറിവിൽ ആദ്യം അവർ മുട്ടുകുത്തിയത് ഒരു സഭാകോളിനകത്തല്ല, റാന്നി മേനാന്തോട ഹോസ്പിറ്റലിലെ വരാന്ത വെച്ച് മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ അവനെ ദൈവത്തിന് കൊടുത്തേക്കാം. എൻ്റെ ചരിത്രം മാറി. പക്ഷെ 10 വയസ്സ് വരെ, മക്കളൊക്കെ ശ്രദ്ധിക്കണം, 10 വയസ്സ് വരെ എനിക്ക് 2 പേടിയായിരുന്നു. ഒന്ന് മരണവീട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആത്മഹത്യ കാണും ഞങ്ങളുടെ നാട്ടിൽ നടന്നാൽ ഞാൻ 2 മാസത്തേന് ഉറങ്ങത്തില്ല. മരണവീട് എനിക്ക് പേടിയാ. രണ്ടാമത്തെ എൻ്റെ പേടി സ്റ്റേജ് ഫിയർ ആയിരുന്നു. ഈ സഭാകമ്പം, നമ്മുടെ സഭയിലൊക്കെ സാക്ഷ്യമുണ്ടല്ലോ, ഞങ്ങളുടെ സഭയിലെ സാക്ഷ്യത്തിന് പിള്ളേർ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞു നിന്ന് വേണം സാക്ഷ്യം പറയാൻ. ഒത്തിരി ഒന്നും പറയേണ്ട, ഒരു വാക്യം കാണാതെ പഠിച്ചാൽ മതി. എനിക്ക് കാണാതെ പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, പക്ഷെ കാണാതെ പഠിച്ചു ഞാനിങ്ങനെ പറയാമെന്ന് നിൽക്കുമ്പോൾ ആളുകളുടെ മുഖം കാണുമ്പോഴത്തേനും പറയാമെന്നതെല്ലാം ഞാൻ മറക്കും. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാ, ഞങ്ങളുടെ ഹോളിന്റെ മുമ്പിൽ നിന്ന് അവിടെ ഒന്ന് താണുപോയിരുന്നെങ്കിൽ. അപമാനിതനായി ചെന്നിരിക്കുമ്പം എന്നോട് സാത്താൻ പറഞ്ഞു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ ഒരു വേസ്റ്റാ. 10 വയസ്സിനകത്ത് 2 റിപ്പോർട്ട് എനിക്ക് കിട്ടിയതാ. ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ട്, 2 സാത്താന്റെ റിപ്പോർട്ട്. 2 എന്നെ കുറിച്ച് പറഞ്ഞത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ. പക്ഷെ എൻ്റെ 11ാമത്തെ വയസ്സിൽ എന്നെ തൊട്ടച്ച് സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന് കാത്തിരിക്കുകയാണ്. അന്ന് എൻ്റെ ചരിത്രം ദൈവം മാറ്റിയതാ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ററാക്ട് ചെയ്ത് പ്രസംഗിക്കുന്ന അനവധി ദൈവദാസന്മാരുടെ കൂടെ ഈ പോഷനെ ദൈവം കൂട്ടി നിർത്തിയിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയും, ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലമാ കാൽവറി. ഇന്ന് രാത്രി ആരോടി വരും യേശുവിന്റെ സന്നിധിയിലേക്ക്. കർത്തൃദാസൻ റോഷൻ പാട്ട് പാടാൻ പോവുക. പക്ഷെ അതിനു മുമ്പ് ദൈവാത്മാവനെ നിർബന്ധിക്കുന്നു. ഞാൻ സാധാരണ നിർബന്ധിച്ചില്ല, അത് ചെയ്യാറില്ല. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരു ആത്മനിയോഗം ദൈവം എനിക്ക് തരുന്നുണ്ട്. പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കര ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും കര ഉയർത്തും. പക്ഷെ ഇന്ന് രാത്രികാലം ഒരു പ്രത്യേക നിയോഗമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ വേഗം മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വരാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കത്തില്ല. വേഗം മുന്നോട്ട് പോവാ. കർത്താവ് ഇന്ന് രാത്രികാലം ചിലരെ തൊടുന്നത് എനിക്കറിയാം. ശംഭന രവരവ സഹോദരിമാർ ഈ സൈഡിൽ നിൽക്ക്. 1ഉം 2ഉം പേരൊന്നുമല്ല, പൊഴിഞ്ഞു എടുത്തു ഒന്നുമല്ല. ഇന്ന് രാത്രി ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുക. ഒത്തിരി പേരുടെ ചരിത്രത്തെ ദൈവാത്മാവ് തൊടാൻ പോവുക. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ദൈവാത്മാവ് തൊടാൻ പോവുക. ഒത്തിരി ചെറുപ്പക്കാരെ ദൈവം ഇന്ന് രാത്രി തൊടുന്നത് എനിക്കറിയാം. സഹോദര, ഇത് നിന്റെ ജീവിതത്തിന്റെ ലൈഫ് ചേഞ്ച് ആകുന്ന രാത്രിയാ. കാൽവറിയുടെ മുമ്പിലോട്ട് ഓടിവാ. ആരും ആരെ ശ്രദ്ധിക്കണ്ട, ആരും ആരെ നോക്കണ്ട. ഇന്ന് രാത്രികാല ക്രൂശിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളു തുറന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ഒരു നിമിഷം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകന്മാരെല്ലാവരും എന്റെ കൂടെ ഇറങ്ങി വരണം. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ തല കൈവച്ച് നമ്മൾ ഇവരെ അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മൾ ഇന്ന് രാത്രി ഇവരെ അനുഗ്രഹിച്ച് വിടാൻ പോവുക. ഇവരുടെ ചരിത്രം മാറും. ഇവരുടെ അഡ്രസ് ദൈവം കീറും. ശാപത്തിന്റെ ചരിത്രം നിന്റെ വീട്ടിനകത്തുനിന്ന് ദൈവം മാറ്റും. എല്ലാവരും ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഒത്തിരി കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ചില അമ്മമാർ ഇന്ന് രാത്രി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. തലമുറയെ പിടിച്ചിരിക്കുന്ന, പായല് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില മദ്യാസക്തികളുടെ ചരിത്രം അത് മാറാത്തതിന്റെ പേര് കരയുന്ന ചില അമ്മമാർ ഇന്ന് രാത്രി നിന്റെ വീടിനെ ദൈവം തൊടാൻ പോവുക. മഞ്ഞുരുകി മാറുന്നത് പോലെ കൃപ പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. മഞ്ഞുരുകി മാറുന്നത് പോലെ അന്ധകാര വ്യാപാരങ്ങളുടെ പോരുകൾ ഈ രാത്രി അഴുകി മാറുക.